അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെഷൻ പോലെ ഞാനോ അച്ഛനോ പ്രത്യേകിച്ച് സ്ലൈഡോടൊക്കെ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫ്രീ ഹാൻഡിലാണ് വന്നേക്കുന്നത്. മെയിനായിട്ട് രണ്ടുപേരും നല്ല മടിയന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും പെർഫോമൻസ് മാർക്കറ്റിംഗിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ, സോ എനിക്കിപ്പോൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അർഷദ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇട്ട ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഫസ്റ്റ് ഇപ്പം ഓൾറെഡി ലൈവായിട്ടുള്ള ആർക്കെങ്കിലും ഡൗട്ട്സ് നേരെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് കരിയർ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ നമുക്ക് എങ്ങനെ ഒരു റൈറ്റ് ഡിസിഷൻ ആറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കരിയർ എങ്ങനെ അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് പോകണം, അങ്ങനെയൊക്കെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഓപ്പൺ ഡിസ്കഷൻ പോലെ നമുക്ക് ഇത് കൊണ്ടുപോകാം. ഹായ്, ഞാൻ നിലോഫർ. ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സൽ ഷീറ്റിൽ. ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. യെസ്, വാട്ട്സ് യുവർ ക്രൈറ്റീരിയ ഫോർ ക്വാളിഫൈയിങ് പ്രോസ്പെക്ട്സ് ബിഫോർ ഓൺബോർഡിംഗ് ദം? ഈ പ്രോസ്പെക്ട്സ് എന്നുള്ളത് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഒരു മാർക്കറ്റിംഗ് ക്ലയന്റ് ബേസിലാണോ അതോ ഒരു ഓൺ ഏജൻസിയുടെ ബേസിലാണോ, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉദ്ദേശിക്കുന്നത്? ഏജൻസി ബേസ്ഡ്, ലെറ്റ്സ് സേ an e-commerce client. Okay. Hello. Did you have another question? Yes. ഒരു ഇ-കൊമേഴ്സ് കോണ്ടെക്സ്റ്റിനകത്ത് എന്താണ് ഒരു ക്വാളിഫയിങ് പെർസ്പെക്റ്റീവ് ചിന്തിക്കുന്നത്? ലൈക്ക് ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എൻഡ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇ-കോം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു ക്വാളിഫയിങ് ആക്ഷൻ അവിടെ നമുക്ക് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മോർ ഓവർ അതൊരു സർവീസ് ബേസ്ഡ് ബിസിനസ്സിലാണ് കുറച്ചുകൂടെ നമുക്കൊരു ക്വാളിഫയിങ് ആക്ടിവിറ്റീസ് അവിടെ വേണ്ടി വരുന്നത്. ഇ-കോം എന്ന് പറയുമ്പോഴത്തേക്കും ആ പർച്ചേസ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ആരാണോ അയാളായിരിക്കും നമ്മളുടെ ഒരു റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പം ഇ-കോമിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഈ പറയുന്ന ഒരു ടോട്ടൽ ഫിൽട്രേഷൻ നടത്താനായിട്ട്. നമ്മളുടെ എൻഡ് ഗോൾ എന്താണ്? നമുക്കൊരു പ്രോസ്പെക്ടിങ് ആയിട്ടുള്ള ഒരാൾ കസ്റ്റമർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ. ആ ഒരു പേയ്മെന്റ് കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അല്ലെ ഒരു ഈവന്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആരാണ് ഇപ്പൊ ഔട്ട് ഓഫ് 100 പീപ്പിൾ ആരാണോ ആ പേയ്മെന്റ് കംപ്ലീഷൻ നടത്തുന്നത് അവരാണ് നമ്മളുടെ റൈറ്റ് ഓഡിയൻസ്. ഈ പേയ്മെന്റ് കംപ്ലീഷൻ നടത്തുന്ന പ്രോസസ്സ് അല്ലെ ആ ഒരു ഇവന്റ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ക്യാമ്പയിനിൽ പാസ് ചെയ്യുക, ഈ ഒരു കാര്യം മാത്രം നമ്മൾ മേക്ക് ഷുവർ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ നമ്മുടെ അൽഗോരിതം ചെയ്തോളും. സോ ഇവന്റ് ട്രാക്കിംഗ് ആണ് നമുക്ക് അവിടെ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇ-കോം കോണ്ടെക്സ്റ്റിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓരോ ഇവന്റും പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യുക, ആ ഡേറ്റ കൃത്യമായിട്ട് ക്യാമ്പയിനിൽ പാസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക. ദെൻ ഈ പറയുന്ന ഇവന്റ് കൂടുതലായിട്ട് വോളിയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പയിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് മനസ്സിലാക്കുക, അതിനോട് അലൈൻഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ക്യാമ്പയിൻസിനെ മാനേജ് ചെയ്യുക. ക്ലിയർ ആയോ? ഇത് തന്നെയായിരുന്നു ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ? അല്ല, ആക്ച്വലി okay, I will give you a scenario. Let's move away from e-commerce. Let's say I am a performance marketer, okay, freelancer. എൻ്റെ അടുത്ത് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, ഒരു പാർട്ടി മാനേജ്മെന്റ് കമ്പനി എൻ്റെ അടുത്ത് മെറ്റാ ആഡ്സ് റൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ വരുമ്പോൾ അവർക്ക് വെബ്സൈറ്റ് ഇല്ല, അവർക്ക് ഇൻസ്റ്റഗ്രാം മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ ബട്ട് ദേ ഹാവ് എ ഹ്യൂജ് ഫോളോയിങ്, കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. Now here the issue is that customized ആണ് ഇവരുടെ സർവീസ്. അതായത് എല്ലാ പാർട്ടി സെറ്റപ്പും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോ ഇങ്ങനെയുള്ള ഒരു ക്ലയന്റിനെ നിങ്ങൾ ഓൺബോർഡ് ചെയ്യുവോ? യെസ് ഓർ നോ? ഞങ്ങളോടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു MB360യുടെ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ നോ ആണ് ആൻസർ. കാരണം ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് ആരാണ് ഞങ്ങളുടെ ഒരു റൈറ്റ് ഓഡിയൻസ് എന്നുള്ളത്. സോ ഇനീഷ്യലി ഞങ്ങൾ അതിനകത്ത് തന്നെ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നതും ഒരു പർട്ടിക്കുലർ എംപ്ലോയി സൈസ് എബോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റവന്യൂ ആൻഡ് എബോ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഫസ്റ്റ് ഓഫ് ഓൾ ആ കസ്റ്റമറിന് ഒരു ക്ലിയർ ഐഡിയ വേണം. അവർക്ക് ഫ്രം ദിസ് പോയിന്റ് ടിൽ നെക്സ്റ്റ് 3 months അല്ലെങ്കിൽ നെക്സ്റ്റ് 6 months അവർക്ക് എവിടെയാണ് റീച്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലിയർ ഗോൾ കസ്റ്റമറിനുണ്ടാവണം, ഐ മീൻ ക്ലയന്റിനുണ്ടാവണം. ദെൻ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പോയിന്റ്, ഫോർ എക്സാമ്പിൾ 0യിൽ നിന്ന് അവർക്ക് 1ലേക്കാണ് എത്തേണ്ടത് അല്ലെങ്കിൽ 0യിൽ നിന്ന് 10ലേക്കാണ് എത്തേണ്ടത്.
അപ്പം ഈ 0-ൽ നിന്ന് 10-ലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ സ്റ്റെപ്പ് അല്ലെങ്കിൽ അവർക്ക് പോകേണ്ട വഴി നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ പണി. ദെൻ ആ വഴി എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ട കുറച്ച് സർട്ടൻ റിക്വയർമെന്റ്സ് ഉണ്ട്. ഈ റിക്വയർമെന്റ്സ് എന്താണെന്നാണ് നമ്മൾ കൃത്യമായി അവർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ആ റിക്വയർമെന്റ് അതുപോലെ തന്നെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഗ്രി ചെയ്ത റിസൾട്ട് അവിടെ കിട്ടും. ആ റിക്വയർമെന്റ് എത്രത്തോളം എത്ര പെർസെന്റേജ് നമ്മൾ മീറ്റ് ചെയ്യുന്നോ അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ റിക്വയർമെന്റിന്റെ 50% മാത്രമേ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ നമുക്കപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ 50% ആയിട്ട് കുറയ്ക്കേണ്ടി വരും. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ ട്രാൻസ്പെറന്റ് ആണ് ഞങ്ങൾ എടുക്കുന്ന എല്ലാ വർക്കിലും. ആൻഡ് റൈറ്റ് നൗ നമ്മൾ കുറച്ചും കൂടെ ഇകോം ബേസ്ഡ് ആണ് പ്രോജക്ട്സ് എടുക്കുന്നത്. സോ അതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് ഡേറ്റയും എല്ലാ കാര്യങ്ങളും കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആണ്. സോ അവിടെ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനേക്കാൾ കൂടുതൽ സ്കെയിലിംഗ് ഫേസിലാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഒരു പെർ മന്ത് അവർക്ക് ഒരു 1 lakh റവന്യൂ ഉണ്ട്. ബട്ട് ആ 1 lakhനെ ഒരു 10 lakh അല്ലെങ്കിൽ ഒരു 50 lakhsലേക്ക് എത്തിക്കുക എന്നുള്ളതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്. അപ്പൊ അവിടെ ഞങ്ങളുടെ ഈ ഒരു സ്കില്ലും അല്ലെങ്കിൽ ആ ഒരു എക്സ്പെർട്ടൈസിനെ അവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് അവിടെ നിന്നും ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കും. അപ്പൊ അവിടെ ഒരു ക്ലിയർ ആയിട്ട് ഒരു കസ്റ്റമർ പേഴ്സോണ ഞങ്ങൾക്കുണ്ട്. അത് മാത്രം മാച്ച് ചെയ്യുന്നവരെ എടുക്കുന്നു. Okay, got it. Thank you. താങ്ക് യു. ഇപ്പം ഈ അൺമ്യൂട്ട് ചെയ്ത ആർക്കെങ്കിലൊക്കെ ഡൗട്ട് ചോദിക്കാനായിട്ട് മടിയുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ചാറ്റിൽ ഇട്ടാലും മതി, അതും ഓക്കെയാണ്. വേറെ ആർക്കെങ്കിലും നെക്സ്റ്റ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ മുഹമ്മദ് നാസിദ് കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന്, ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള കീ കോമ്പോണൻസ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു ക്വസ്റ്റൻ ഉണ്ട്. അതിനോട് സിമിലർ ആയിട്ട് വേറൊരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്. ഹൗ ഡു യു അപ്രോച്ച് ഡെവലപ്പിംഗ് എ ക്രിയേറ്റീവ് സ്ട്രാറ്റജി ദാറ്റ് അലൈൻസ് വിത്ത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഗോൾസ്? എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഏകദേശം ഒരേ കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനകത്ത് പോകുന്ന ഒരു അപ്രോച്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗ്രോത്ത് മാർക്കറ്റിംഗ്, പെയ്ഡ് ആഡ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ നമ്മൾ ഒരുപാട് ഡിഫറെന്റ് നെയിംസിലൊക്കെ വന്നെന്ന് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു ബിസിനസ് അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാണുക. ഒരു ബിസിനസ്, ആ ബിസിനസിന്റെ ഒരു പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വഴി അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സെയിൽസ്, ദെൻ അതുവഴി അവർക്ക് ടാർഗറ്റ് ചെയ്തേക്കുന്ന ഒരു റവന്യൂ അവർക്ക് അച്ചീവ് ചെയ്യുക, ഈ ബിസിനസ് ഗ്രോ ചെയ്യുക. ഇതാണ് ഒരു ബേസിക് ബിസിനസിന്റെ ഒരു പ്രോസസ്സ് പോകുന്നത്, അറ്റ്ലീസ്റ്റ് നമുക്ക് റിലവന്റ് ആയിട്ടുള്ള ഏരിയ. ഇനി പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ കാര്യത്തിലേക്ക് വരും. വീണ്ടും ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം നടത്തുന്നത്. ക്യാമ്പയിന്റെ ഒപ്റ്റിമൈസേഷൻ ആയിക്കോട്ടെ, ക്യാമ്പയിന്റെ സക്സസിനെ മെഷർ ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഒരു പർട്ടിക്കുലർ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് either ഒരു സെയിൽ ആവാം, ഒരു ലീഡ് ആവാം, ലീഡിൽ നിന്ന് നമുക്ക് വന്നേക്കുന്ന ഒരു നെക്സ്റ്റ് ആക്ഷൻ ആവും, ലെറ്റ്സ് സേ ഒരു അവർ വഴി ജനറേറ്റ് ചെയ്ത റവന്യൂ. അപ്പം എന്ത് മെട്രിക്സ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഒരു പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ടുള്ള KPI ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് വരും. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് അറിയേണ്ടത് ആദ്യം തന്നെ നമുക്കൊരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ് വരുമ്പോൾ ആ റിക്വയർമെന്റിനെ കൃത്യമായി മനസ്സിലാക്കുക, ആ ബിസിനസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ഈ ബിസിനസ്സിനെ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമുക്ക് കൃത്യമായിട്ടൊരു ഒരു ഗോൾ ഉള്ളവരെ മാത്രമേ നമ്മൾ ഓൺബോർഡ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ ഇതാണ്. ഒരു ഗോൾ ആ ബിസിനസ്സിന് ഫസ്റ്റ് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഒരു ബിസിനസ് ഓണേഴ്സ് ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് വേണ്ടത് ഈ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് വഴി. സോ ഇത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ മാർക്കറ്റേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടി, ഇതിനെ നമ്മൾ റിക്വയർമെന്റ്സ് എന്ന് മെൻഷൻ ചെയ്യും. അടുത്തതായിട്ട് ഈ റിക്വയർമെന്റ് നമുക്ക് ആരിൽ നിന്നാണ് അച്ചീവ് ചെയ്യേണ്ടത്, അവരാണ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ്. അവരെ കുറിച്ച് കൃത്യമായ ഒരു റിസർച്ച് ചെയ്യുക, അവരുടെ ഒരു ബയോ പേഴ്സോണ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ബയോ പേഴ്സോണ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ പണിയെടുക്കാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോയിന്റിലാണ്. ഇത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ടാർഗറ്റിംഗ് സെറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിന്റെ കീവേഡ് റിസർച്ച് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളുടെ ഒരു റൈറ്റ് കസ്റ്റമർ ആരാണ് എന്ന് എത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റുമോ. ലെറ്റ്സ് സേ നമുക്ക് എത്രത്തോളം എമ്പതറ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു ഫോട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു ഒരു വേ ഓഫ് ഒരു ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. ഞാൻ ആ ഒരു സൈഡിൽ കുറച്ചും കൂടെ കൂടുതൽ കീനാണ്. ലൈക്ക് ഇപ്പം ഞാൻ ഒരുപാട് ടൂൾസോ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് യൂസ് ചെയ്തില്ല. ബട്ട് ഒരു ബയോപേഴ്സോൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ
മാക്സിമം നമുക്ക് അയാളുടെ ഒരു ഫൂട്ടിൽ നിന്നുകൊണ്ട് കുറച്ചും കൂടെ എംപതറ്റിക്കൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് ഒരു പരിധി വരെ അയാളെ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിനെ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഒരു പേഴ്സണ് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള കുറെ ഐഡിയാസ് നമുക്ക് കിട്ടും. ഈ ഐഡിയാസിനെ നമുക്ക് ദെൻ നമുക്കൊരു ക്യാമ്പയിനിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഡിഫറെന്റ് വേർഷൻ ആക്കാം, ഒരു ഡിഫറെന്റ് ക്രിയേറ്റീവ്സ് വേണേ ആക്കാം, അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് ഡിഫറെന്റ് ടെസ്റ്റിംഗിലേക്ക് കൺസിഡർ ചെയ്യാം. ഈ എ ബി ടെസ്റ്റിംഗിന്റെയും അല്ലെങ്കിൽ BLS സ്റ്റഡീസിന്റെ ഒക്കെ ഒരു ആവശ്യകത വരുന്ന ഈ ഒരു പോയിന്റിലാണ്, ടെസ്റ്റിംഗിലേക്കാണ് വരുന്നത്. സോ ബേസിക്കലി ഒരു ബിസിനസ്സിനെ നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് എന്ത് റിസൾട്ട് ആണ് വേണ്ടെന്ന് ഒരു ക്ലാരിറ്റി വരുത്തുക. അപ്പൊ ഇതിനെ നമുക്കൊരു ഒരു ഫ്രെയിം വർക്ക് മോഡലിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഒബ്ജക്റ്റീവ്, ആ ബിസിനസ് ഒബ്ജക്റ്റീവിനെ നമ്മൾ ഒരു മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് റിക്വയർമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതാണ് സീറോയിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. അപ്പം നമുക്ക് കൃത്യമായി ഒരു മാർക്കറ്റിംഗ് റിക്വയർമെന്റ് നമ്മൾ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് എത്ര പേരെ റീച്ച് ചെയ്യണം, ഇപ്പം നമുക്ക് എത്രത്തോളം ബഡ്ജറ്റ് ഇവിടെ വേണം. ഇപ്പോൾ ഒരു മാസം ഒരു 100 ലീഡ്സ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ ഒരു റിക്വയർമെന്റ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ആദ്യമേ നോക്കേണ്ടത് ഒരു ലീഡിന് വരുന്ന ഒരു ആവറേജ് കോസ്റ്റ് എത്രയാണ്. അപ്പൊ ഈ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. നമുക്ക് അതിനെ ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു ലീഡിന് ഒരു ആവറേജ് 100 INR ആണ് നമുക്ക് വരുന്ന ഒരു കോസ്റ്റ് എന്നുണ്ടെങ്കിൽ, ഒരു മാസം നമുക്ക് ഒരു 100 ലീഡ് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 മൾട്ടിപ്ലൈ ബൈ 100 ഇത്രയും ബഡ്ജറ്റ് നമുക്ക് അവിടെ വേണം. അപ്പൊ ഇങ്ങനെ ബഡ്ജറ്റ് ഇതിന് ആരിലേക്കാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ആഡ് കാണിക്കാൻ പോകുന്നത്, ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓരോ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏത് ടൈപ്പ് ക്യാമ്പയിനാണ് ചെയ്യുന്നത്, ഓരോ ക്യാമ്പയിനും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന KPI ഏതൊക്കെയാണ്, റീച്ച് ആണോ, ലീഡ് കോസ്റ്റ് ആണോ, അല്ലെങ്കിൽ സെയിൽസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒന്ന് മെൻഷൻ ചെയ്ത് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അതിനെ നമ്മൾ മീഡിയ പ്ലാൻ എന്ന് വിളിക്കും. സോ ഈ മീഡിയ പ്ലാൻ ബിൽഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ബാക്കി പറഞ്ഞ ഇത്തരം പ്രോസസ്സ് അവിടെ കവർ ആവുന്നുണ്ട്. സോ വൺസ് നമ്മൾ ഒരു മീഡിയ പ്ലാൻ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഈ മീഡിയ പ്ലാൻ നമ്മൾ ക്ലയന്റിന് പ്രസന്റ് ചെയ്യും. സോ അവർ അത് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിൽ എഗ്രി ചെയ്തേക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കും നമ്മുടെ ക്യാമ്പയിൻസ് വർക്ക് ചെയ്യുന്നത്. ദെൻ വൺസ് ക്യാമ്പയിൻസ് ലൈവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീഡിയ പ്ലാനിൽ നമ്മൾ എഗ്രി ചെയ്ത് അല്ലെ ആ ഒരു ഗോളിനോട് അലൈൻ ചെയ്തിട്ട് നമ്മുടെ ക്യാമ്പയിൻസ് റിസൾട്ട്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് നമ്മൾ അവിടെ വൺസ് ക്യാമ്പയിൻ ലൈവ് ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ലാതെ ഓരോ ദിവസവും പോയിട്ട് ക്യാമ്പയിനിൽ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ബെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ ഓൾട്ടർ ചെയ്യുക, അങ്ങനത്തെ പ്രോസസ് ഇല്ല. നമ്മുടെ മീഡിയ പ്ലാനിനോട് നമ്മുടെ ക്യാമ്പയിൻ അലൈൻഡ് ആണോ അല്ലയോ, ഈ ഒരു പ്രോസസ്സ് ചെക്ക് ചെയ്തു. അല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, അതിനുവേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഒപ്റ്റിമൈസേഷൻസ് മറ്റ് എഡിറ്റ്സ് ഒക്കെ ക്യാമ്പയിനിൽ വരുത്തുന്നത്. സോ എൻഡ് ഓഫ് ദ ക്യാമ്പയിൻ നമ്മൾ പ്ലാൻ ചെയ്ത മീഡിയ പ്ലാനിൽ നിന്ന് എത്രത്തോളം അലൈൻഡ് ആണ് നമ്മളുടെ റിസൾട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, അത് കൃത്യമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വീണ്ടും കൃത്യമായി ക്യാമ്പയിനിൽ അനലൈസ് ചെയ്യും എൻഡ് ഓഫ് ദ ക്യാമ്പയിൻ. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് ലേണിംഗ്സ് കിട്ടും. നമ്മളിപ്പോൾ ചെയ്ത പ്ലാനിൽ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, കൂടുതലും നമുക്ക് ഈ വരുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് എല്ലാ കാര്യങ്ങളും ഒരിക്കലും ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് വായുവിൽ നമുക്ക് കിട്ടുന്നതല്ല. എല്ലാം നമ്മുടെ പ്രീവിയസ് ഡേറ്റയാണ് ഒരു 90% നമുക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിനകത്ത് അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ബിസിനസ്സിനെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുക്കുക, ലാസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ നിങ്ങൾ ചെയ്തേക്കുന്ന സിമിലർ ആക്ടിവിറ്റീസ് നോക്കുക, അതിന്റെ ബെഞ്ച് മാർക്സ് കൺസിഡർ ചെയ്യുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കുറെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്ലാൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഡേറ്റ നിങ്ങൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ അവിടെ തന്നെ നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ വർക്കായി, എന്തൊക്കെ കാര്യങ്ങൾ വർക്കായില്ല. അപ്പൊ വർക്ക് ആവാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് വർക്കായില്ല എന്ന് നിങ്ങൾ ഡിഗ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത ഈ മോഡൽ ആണെങ്കിൽ അതിന് ഈ രീതിയിൽ ചേഞ്ച് ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇന്ന പാറ്റേൺസ് ആണ് വർക്ക് ആയത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വീഡിയോസിനകത്ത് തന്നെ ഒരു 6 സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ള വീഡിയോസ് നിങ്ങൾ യൂസ് ചെയ്തു, 15 സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ള വീഡിയോ യൂസ് ചെയ്തു, 30 സെക്കൻഡ് യൂസ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നത് 15 സെക്കൻഡ് ആണെങ്കിൽ ഇതൊരു ഇൻസൈറ്റ് ആണ്. അപ്പൊ അടുത്തതായിട്ട് നിങ്ങൾ പോകാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന ക്യാമ്പയിന് നിങ്ങൾക്ക് 15 സെക്കൻഡ്സിന്റെ തന്നെ ഡിഫറെന്റ് മെസ്സേജിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പൊ അവിടെ നമുക്കൊരു ഇൻസൈറ്റ് അവിടെ കണ്ടു, 15 സെക്കൻഡ് ക്രിയേറ്റീവ്സിൽ കൂടുതൽ വർക്കായി. ആ ഇൻസൈറ്റ്സിനെ നമ്മൾ അടുത്തൊരു ഹൈപ്പോത്തിസിസ് ആക്കി. അങ്ങനെയാണെങ്കിൽ 15 സെക്കൻഡ്സിന്റെ പുതിയ വേർഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേർഷൻസ് നമുക്ക് ട്രൈ ചെയ്താലോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ സാധനം, നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് അവിടെ ബിൽഡ് ചെയ്തു. ആ ഹൈപ്പോത്തിസിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ യെസ് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി അവിടെ വർക്ക്ഔട്ട് ആയി. സോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ലേൺ ചെയ്യുന്ന ഇൻസൈറ്റ്സിനെ കളക്ട് ചെയ്തുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് റൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, എന്ത് റൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യങ്ങളിൽ നിന്ന് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്ലാൻ ആണ് ബേസിക്കലി. സോ ഇത് നമുക്ക് ഒരിക്കലും ഒരു ഫ്രഷർ ആയിട്ട് നമുക്ക് വന്ന് നമുക്കിപ്പോൾ ഇതിനകത്ത് ഭയങ്കര വലിയൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം അങ്ങനെ നമ്മൾ തല പോഞ്ഞ ആലോചിക്കേണ്ട കാര്യമില്ല.
നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ട്രയൽ ആൻഡ് എറർ വഴിയാണ് ഒരു പ്രോപ്പർ ആയിട്ട് നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഒരു 5 കാര്യങ്ങൾ ട്രൈ ചെയ്തു, അതിൽ 1 2 ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്ത കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിനകത്ത് പോകുന്ന ഒരു വർക്കിംഗ് മെത്തഡോളജി എന്ന് പറയുന്നത്. സോ പിന്നെ ഇനിയിപ്പോ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഇപ്പം നമ്മുടെ AI ടൂൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി കൂടുതൽ ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറെ കൂടെ യൂസ്ഫുൾ ആണ് AI ടൂൾസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ. കാരണം അവർക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് എന്താണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വർക്ക് ആകുന്നത് ആവാത്തത് എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന റെക്കമെൻഡേഷനകത്താണെങ്കിലും ഒരുപാട് ഇറലിവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്ത് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അക്ഷൻ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിനകത്ത്? സോറി, ഞാൻ മ്യൂട്ടായിരുന്നു. ഇവിടെ നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചൂസ് ചെയ്യുന്ന ചാനൽസ് മേ ബി ചിലപ്പോൾ നിങ്ങളെ ക്ലൈന്റ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വേണ്ട ചാനൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ മെറ്റ ആയിരിക്കും. സോ നമ്മുടെ എക്സ്പീരിയൻസിന്റെ ബേസിലും അല്ലെങ്കിൽ ഏതാണ് വർക്ക്ഔട്ട് ആവുക എന്ന് അനലൈസ് ചെയ്തിട്ട് ക്ലൈന്റ് പറയുന്നത് അതേപോലെ ചെയ്യാതെ ഏതാണോ വർക്ക്ഔട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് അതിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ക്ലൈന്റ് ഇന്നതിൽ ഇത്ര ബഡ്ജറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫോർ എക്സാമ്പിൾ 5000 തന്നെ ഗൂഗിൾ ആഡ്സ് പിന്നെ മെറ്റ എല്ലാം ചെയ്യുന്ന ക്ലൈൻറ്റ്സ് ഉണ്ടാവും. അവർ ചില സമയത്ത് അവർ പറയും, അതായത് ഇപ്പം നമുക്ക് ആകെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, ഈ ബഡ്ജറ്റിനുള്ളിൽ ഇത്ര നമുക്ക് വേണം. അപ്പം ഒരു പ്ലാറ്റ്ഫോമിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് അനുസരിച്ച് നമുക്ക് മിനിമം ഒരു എമൗണ്ട് ഉണ്ട്. സോ നിങ്ങളുടെ മീഡിയ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഗോ ഫോർ എ സിംഗിൾ പ്ലാറ്റ്ഫോം. സോ ആ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റഡ് ബഡ്ജറ്റിൽ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും, ഇപ്പം മെറ്റ ആണെങ്കിലും ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും, നമ്മൾക്ക് റിസൾട്ട് അവിടെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദി ലേണിങ്സ് ആണ്. സോ ഇവിടെ ലേണിംഗ് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾക്ക് മിനിമം നമ്പർ ഓഫ് മീൻസ് ഇപ്പം ഇവന്റ്സ് അവിടെ നടക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലീഡ് ജനറേഷന് വേണ്ടിയിട്ടാണ് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മെറ്റ പറയുന്നത് 7 ഡേയ്സിനുള്ളിൽ 50 ഒപ്റ്റിമൈസേഷൻ ഇവന്റ്സ്, അതായത് 50 ലീഡ്സ് വരണം എന്നാണ്. സോ 50 ലീഡ്സ് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോ നിഷസ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അത് സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ചില ലീഡ്സിന് ചിലപ്പോൾ നിങ്ങൾക്ക് 30 റുപ്പീസ് അല്ലെങ്കിൽ 20 റുപ്പീസിന് ലീഡ്സ് കിട്ടും, ചിലതിന് 500 ആയിരിക്കും. അപ്പോൾ 500 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോസ്റ്റ് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം ആ ഒരു മീഡിയ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ബഡ്ജറ്റ് നമ്മൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ക്ലൈന്റ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു ചാനലോ അല്ലെങ്കിൽ ബഡ്ജറ്റോ ചൂസ് ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈമറി പീരീഡ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് 7 ഡേയ്സിലേക്ക് ഇത്ര ബഡ്ജറ്റ് ആണ് വേണ്ടത്. അപ്പോൾ 7 ഡേയ്സ് ഒക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അതായത് കോസ്റ്റ് പെർ ലീഡ് എത്രയാണ് വരുന്നത്. സോ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീഡിയ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എപ്പോഴും കോണ്ടന്റ് മാർക്കറ്റിംഗ് കൂടെ ചെയ്യണം. സോ ഈവൻ നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ നിങ്ങളെ ക്ലൈന്റ് കോണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് നിങ്ങൾ ക്ലൈന്റിനെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് കോണ്ടന്റ് മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസും കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമുക്ക് അത് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 100 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജിലേക്ക് ഒരു ലീഡ് ജനറേഷനോ അല്ലെങ്കിൽ ഒരു ഇ-കോമേഴ്സിന്റെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്, അതായത് കോസ്റ്റ് പെർ അക്വസിഷനോ കോസ്റ്റ് പെർ ലീഡും, അല്ലെങ്കിൽ ഒരു 1500 ആയ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് വേർത്തി ആയിട്ടുള്ള ഓർഗാനിക് കോണ്ടന്റും കാര്യങ്ങളൊക്കെ റീൽസ് കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്യുന്ന, അല്ലെങ്കിൽ മീൻസ് ഇപ്പോൾ അത്യാവശ്യം ഓർഗാനിക്കലി തന്നെ ഒരു റീച്ച് ഒക്കെ ഉള്ള ഒരു ബ്രാൻഡിലേക്ക് ചെയ്യുന്ന ഒരു ക്യാമ്പയിന്റെ റിസൾട്ടും തമ്മിൽ നല്ല രീതിയിൽ നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ്. വേറെ ഷെബിൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ. ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് ഓൾറെഡി ആക്ഷൻ മെൻഷൻ ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കൊന്ന് ഒരു അല്ലെ, നമ്മളും അത് ബിൽഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെയാണ് പ്ലാറ്റ്ഫോമിന്റെ ബെസ്റ്റ് പ്രാക്ടീസ്. അതിനായിരിക്കും ഒരു 90% നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പം ഒരു പെർഫോമൻസ് മാർക്കറ്റിന്റെ ഒരു സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്കില്ല് പ്ലാറ്റ്ഫോം ബെസ്റ്റ് പ്രാക്ടീസ് പഠിക്കുക എന്നുള്ളതാണ്. അതിന് കുറച്ച് സമയം മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. ഇനി അതെങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പ്ലാറ്റ്ഫോമിനും
അവരുടെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കോഴ്സ് ഉണ്ടാവും. ഇപ്പൊ മെറ്റയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മെറ്റ ബ്ലൂ പ്രിന്റ് സർട്ടിഫൈഡ് മീഡിയ ബൈങ്ങിന്റെ മെറ്റ ബ്ലൂ പ്രിന്റ് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഈ സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മെറ്റ തന്നെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾസ് അവിടെ മെറ്റ ബ്ലൂ പ്രിന്റ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് സർട്ടിഫിക്കേഷൻ എടുക്കണം, ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് മാത്രം നിങ്ങൾക്ക് ഒരു $150 എങ്ങാണ്ട് എക്സ്പെൻസ് ഉള്ളു. പക്ഷെ ഈ കോഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ ട്രയൽ എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഫ്രീ ഓഫ് കോസ്റ്റിൽ. ഈ മൊഡ്യൂൾസ് നിങ്ങൾ ചിലപ്പോൾ ഒരു 3 വീക്സ് അല്ലെങ്കിൽ ഒരു 1 മന്ത് എടുക്കും. പക്ഷെ ആ മൊഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഓൾമോസ്റ്റ് വരുന്ന എല്ലാ ഒബ്ജക്റ്റീവ്സും ഓരോന്നും ഈച്ച് ബൈ എന്താ പറയുക, ഓരോ സെഗ്മെന്റും എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അവരാണ് അതിനകത്ത് ഈ പറയുന്ന മൊഡ്യൂൾസ് ആണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ പോളിസീസ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടാത്തത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഓരോ ഒബ്ജക്റ്റീവിലും ഈ ക്യാമ്പയിൻ അല്ലെങ്കിൽ അൽഗോരിതം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരാൾ ആഡ് കാണുന്നതിന്റെ ബാക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഡെപ്തിൽ ഈ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമ്പയിൻ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്യൂ വന്നേക്കുന്നത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ അപ്പം അതൊരു എന്തായാലും ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ ആണ് നിങ്ങൾക്ക്. അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതിൽ കരിയർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ റിസൾട്ട് ഒപ്റ്റൈൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. ഇപ്പം ഈവൻ ഗൂഗിളിലാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഗൂഗിളിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും, ഗൂഗിൾ സെർച്ച് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും, ഡിസ്പ്ലേ ഉണ്ടാവും. ഇത് നമുക്ക് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ളവരിൽ എനിക്കൊരു 95% ആൾക്കാരും അതിന്റെ ആൻസേഴ്സ് ഗൂഗിൾ ചെയ്തിട്ട് എടുത്തേക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ആ സർട്ടിഫിക്കേഷൻ അങ്ങനെ എടുത്താണെങ്കിൽ അതിന് വാല്യൂ ഇല്ല. പക്ഷെ നിങ്ങൾ ആ ഒരു മൊഡ്യൂൾസ് അവിടെ ഈ സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾസ് അവിടെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് മാത്രമാണെങ്കിൽ അത്, പക്ഷെ അത് ആ മൊഡ്യൂൾസ് ഫുള്ള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് എന്ന് പറയുന്ന പെയ്ഡ് സെർച്ച് എന്ന് പറയുന്നത് മാത്രം ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഒരു കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി ഒരു 30,000 അല്ലെങ്കിൽ ഒരു 40,000 ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കുന്നതിന്റെ ഒരു ഐ വുഡ് സേ ഒരു 10x നിങ്ങൾക്ക് ഓർത്തായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ഒരു ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാനും പറ്റും. ഇനി യെസ്, അപ്പം ബെസ്റ്റ് പ്രാക്ടീസ് പഠിക്കുന്നുള്ളതാണ് ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ. ദെൻ പിന്നെ അടുത്ത ഒരു സ്കിൽസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തോളെ എമ്പതി എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ലാണ്. പിന്നെ അത് മറ്റ് പെർഫോമൻസ് മാർക്കറ്റേഴ്സ് അതിനെ എത്രത്തോളം എഗ്രി ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു എൻ്റെ ഒരു വേ ഓഫ് വർക്കിങ്ങിനകത്ത് ഞാൻ എമ്പതി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഇതെങ്ങനെയാണ്, ഏതൊരു ഇമോഷനിലായിരിക്കും ഇവർ ഇതിനെ എടുക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഒരു ക്ലയന്റ് വന്നു. അപ്പൊ ആ ഇവന്റ് മാനേജ്മെന്റ് ക്ലയന്റിന്റെ ഒരു സർവീസ് ഫീ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1 lakh rupees ആയിരിക്കും അവരുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അവർ ഓഫർ ചെയ്യുന്ന സർവീസിന്റെ വാല്യൂ ആക്ച്വലി ഒരു 50,000 ഉള്ളു എന്നുണ്ടെങ്കിൽ ഏതൊരു സാധാരണ കസ്റ്റമറിനെ പോലെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് വലിയ ബെനിഫിറ്റ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്താലും അതിന് കിട്ടുന്ന ഒരു റിസൾട്ടിന് ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവത്തില്ല. ഇത് നമുക്ക് കുറച്ച് കോമൺ സെൻസ് മാത്രം മതി ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു കസ്റ്റമർ നമ്മൾ ഇത് ആരുടേക്കാണോ ഈ ആഡ് എത്തിക്കുന്നത് അവരുടെ ഒരു ഭാഗത്ത് നിന്നും കൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പഠിക്കുക. അപ്പൊ ഇതൊരു നല്ലൊരു സ്കില്ലാണ് നമുക്ക്, പ്രത്യേകിച്ച് ചെറിയ ക്യാമ്പയിൻസ് അല്ലെ സ്മോൾ സ്കെയിൽ ബിസിനസ്സിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്കില്ലും കൂടെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലയന്റ് കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ എടുത്ത് ആഡ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ആവണമെന്നില്ല. സോ അപ്പൊ അവിടെ നിങ്ങളുടെ ഒരു ആഡ് കാണാൻ പോകുന്ന ആൾ ആരാണ്? മേ ബി അതൊരു പ്രൊഫഷണൽ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാരാവാം, ചിലപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാരാവാം. അപ്പൊ നിങ്ങളുടെ ബിസിനസിന്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? അയാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്ക് ഇപ്പൊ നിലവിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഈ സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതൊരു വാല്യുബിൾ ആണോ, വാല്യുബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ മെസ്സേജ് അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോസ്റ്ററിൽ ആ ബിസിനസിന്റെ എല്ലാ വാല്യൂസും അവിടെ കമ്മ്യൂണിക്കേറ്റ് ആയോ? മേ ബി നമുക്കിപ്പോ തന്നേക്കുന്ന ഒരു പോസ്റ്ററിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും ഈ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് ഓഡിയൻസിൽ അവർക്ക് കൂടുതലായിട്ടും വേണ്ടത്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടേ, നമുക്ക് നമുക്കിപ്പോ എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ക്ലയന്റിന്റെ സൈഡിൽ തന്നിരിക്കുന്ന ക്രിയേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ ഒരു ടോട്ടൽ ഉള്ള ഒരു 5 ഫീച്ചേഴ്സിനകത്ത് 2 ഫീച്ചേഴ്സ് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്യാമ്പയിൻ മേ ബി നമ്മൾ ടിക്ടോക്കിലായിരിക്കും ചെയ്യുന്നത്.
അപ്പൊ ടിക്ടോക്കിൽ ഏറ്റവും കൂടുതലുള്ള ഓഡിയൻസ് സൈസ് എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ഓഡിയൻസിനെയാണ് അവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പക്ഷെ നമ്മൾ ഈ മെൻഷൻ ചെയ്തേക്കുന്ന രണ്ട് ഫീച്ചേഴ്സ് ആയിരിക്കത്തില്ല അവർക്ക് കൂടുതൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ആ ക്രിയേറ്റീവ്സ് അവിടെ കൊണ്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാമ്പയിൻ ലൈവ് ആക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ക്രിയേറ്റീവ്സ് റീവർക്ക് ചെയ്യണം, പകരം ഈ പറഞ്ഞ പോയിന്റ്സ് മാറ്റണം, അല്ലെങ്കിൽ ഇതിന്റെ ഡിസൈൻ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒരു ഒരു 18 ഏജ് ഉള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു ടിക്ടോക്ക് യൂസറിന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമുക്ക് ഇത് അത്ര ഒരു വർക്ക്ഔട്ട് ആവാനുള്ള സാധ്യത കുറവാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ക്രിയേറ്റീവ് ചിലപ്പോൾ സ്ക്വയർ സൈസ് ആയിരിക്കാം, സ്ക്വയർ സൈസ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് തന്നിരുന്നത്. അപ്പൊ ആ പ്ലാറ്റ്ഫോമിന്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ നോക്കുമ്പോൾ 9:16 ആണ് നമുക്ക് അവിടെ ഒരു ഫുൾ സ്ക്രീൻ വെർട്ടിക്കൽ ഡയമെൻഷൻ നമുക്ക് കിട്ടിയെങ്കിലേ അവിടെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പറയാം, ഇത് വെച്ച് വെറുതെ പോയി പൈസ കളയേണ്ട ആവശ്യമില്ല, പകരം നമുക്ക് ഈ ക്രിയേറ്റീവ് ഫസ്റ്റ് റീവർക്ക് ചെയ്യുക, റീവർക്ക് ചെയ്ത് പ്രോപ്പർ ആയിട്ടൊരു ക്രിയേറ്റീവ് നമുക്ക് കിട്ടി കഴിയുമ്പോൾ അവിടെ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ആ ബെസ്റ്റ് പ്രാക്ടീസും നമ്മൾ അവിടെ ഈ രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അത് സെയിം ടൈം നമുക്ക് ആ ഒരു എമ്പതറ്റിക്കൽ സ്കില്ല് നമുക്ക് അവിടെ വർക്ക്ഔട്ട് ചെയ്യാം. മൂന്നാമതായിട്ട് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്കിൽ എന്ന് പറയുന്നത് അനാലിസിസ് സ്കില്ലാണ്. നമുക്ക് കിട്ടുന്ന ഒരു ഡേറ്റനെ വെച്ച്, അത് ക്യാമ്പയിന്റെ ഡേറ്റ ആയിക്കോട്ടെ, നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ലൈക്ക് ഇപ്പം ഒരു മന്ത്ലി വൈസ് ഡേറ്റ ആയിക്കോട്ടെ, ഇനി ജസ്റ്റ് ഒരു ആഡ് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഉള്ള ഡേറ്റ ആയിക്കോട്ടെ, അങ്ങനെ ഏതൊക്കെ ടൈപ്പ് നമുക്ക് ഡേറ്റ കണ്ടു കഴിഞ്ഞാലും അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് വേണം, അല്ലെങ്കിൽ അടുത്ത പ്ലാൻ എന്ത് വേണം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 3 സ്കില്ല് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ല്. പിന്നെ നമുക്ക് പറയുമ്പോൾ ഈ പ്ലാറ്റ്ഫോം നോളജ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെറ്റയിൽ ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഗൂഗിളിൽ ഒരു ക്യാമ്പയിൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് നിങ്ങൾ മറ്റൊരു ടാബിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ അത് ഫോളോ ചെയ്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം വേണ്ട ഒരു പർട്ടിക്കുലർ ക്ലയന്റിന് ഒരു റിസൾട്ട് വരുന്നില്ല, ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന് ചിലപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ ആ ഒരു സൊല്യൂഷൻ കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ നീഷിൽ നിങ്ങൾക്ക് വേണ്ട ഒരു എക്സാക്ട് ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യൂട്യൂബോ ChatGPT ഹെൽപ്പ് ചെയ്യണമെന്നില്ല. അവിടെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ആ 3 സ്കിൽസ് അവിടെ ഡെവലപ്പ് ചെയ്തെങ്കിലേ പ്രോപ്പർ ആയിട്ട് ഒരു ഇമ്പാക്ട് അവിടെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അനാലിസിസ് സ്കിൽ, അതുപോലെ തന്നെ ഒരു എംപത്തറ്റിക്കൽ സ്കിൽസ് പ്ലസ് എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം ബെസ്റ്റ് പ്രാക്ടീസ് പഠിക്കുക. ഈ പറഞ്ഞ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ക്ലച്ച് പിടിക്കാനായിട്ട് പറ്റും. അക്ഷയ, അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എന്താ ഇടയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഒരു ഡൗട്ടോ വരുവാണ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മെറ്റ, അല്ലെങ്കിൽ മീൻസ് ഏതാണോ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൻ്റെ തന്നെ ബ്ലോഗ്സും അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങളും ഉണ്ടാവും. സോ അതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളും എല്ലാം പറയും. അത് ഞാൻ അനലൈസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ മീൻസ് ഒരു 2-3 ബ്ലോഗ്സോ അല്ലെങ്കിൽ 2-3 വീഡിയോസും കൂടി അനലൈസ് ചെയ്യും. സോ ആ ഒരു ഒറ്റ സിംഗിൾ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിലുള്ള ആൻസേഴ്സ് കിട്ടും. സോ അങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ആ സ്പെസിഫിക് ടോപ്പിക്കിന്റെ ഓഡിബിൾ അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലുള്ള ആൻസേഴ്സ് കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. അതായത് ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പിൽ നമുക്ക് ഒരു അനാലിസിസ് കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മളെപ്പോഴും, അതായത് ഇപ്പം എത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ടൈമിങ് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അതായത് ഇപ്പം നമ്മളുടെ ഫീൽഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡേ ടു ഡേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കണ്ട ഡാഷ്ബോർഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇന്ന് കണ്ട കാര്യങ്ങളായിരിക്കില്ല നമ്മൾ നാളെ ചെയ്യുന്നുണ്ടാവുക, മെറ്റയിലാണെങ്കിലും ഗൂഗിളിലാണെന്നുണ്ടെങ്കിലും. സോ നമ്മൾ കീപ്പ് ഓൺ ലേണിംഗ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ലേൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ടും ചെയ്യുക. അതായത് ഇപ്പം ഒരു സ്പെസിഫിക് അഡ്വാൻറ്റേജ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റും കൂടി ചെയ്തിട്ട് അതിന്റെ നിങ്ങളുടെ അനാലിസിസ്, അതായത് ദാറ്റ് മീൻസ് മേ ബി ചിലപ്പം മെറ്റ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏതെങ്കിലും ടൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് സംഭവങ്ങളായിരിക്കും. ബട്ട് അത് പ്രോപ്പറായിട്ട് നിങ്ങളെ ക്യാമ്പയിൻസിലും കാര്യങ്ങളിലും വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളെ ക്യാമ്പയിൻസിൽ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക്ഔട്ടും ചെയ്യാം. അതായത് ചിലപ്പം ചില സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില സ്പെസിഫിക് ടൈപ്പ് ഓഫ് സർവീസസിനോ അല്ലെ സ്പെസിഫിക് നീഷസിനൊക്കെയാണ് വർക്ക്ഔട്ട് ആവുക.
സോ നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റ്സിനൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളിപ്പം ബ്ലോഗ് വായിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് കണ്ടതായിരിക്കാം. ആ വീഡിയോസ് കണ്ട കാര്യങ്ങൾ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ലേണിങ്സ് നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബെറ്റർ പ്ലാറ്റ്ഫോമിന്റെ ബെറ്റർ വർക്കിംഗ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ആണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ആവുന്നത് എന്നൊക്കെയുള്ള ഒരു ബെറ്റർ ഐഡിയ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങളൊരു നേരത്തെ ആ ക്വസ്റ്റ്യനിൽ തന്നെ 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ബഡ്ജറ്റ് അലോക്കേഷന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു ബഡ്ജറ്റേ ഉള്ളൂ. അങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. അതിൽ തന്നെ ഇപ്പം ലീഡ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെയിൽസിന്റെ ആണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ക്യാമ്പയിൻ ടൈപ്സും കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ ലേണിംഗ് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോവാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. സോ അങ്ങനെ പറയാൻ റീസൺ എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങളെ ഒരു മിനിമം ബഡ്ജറ്റിലാണ് നിങ്ങൾ ഒരു സ്പെസിഫിക് ഒരു ചാനലിൽ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. ആ ക്യാമ്പയിനിൽ തന്നെ നിങ്ങൾ മീൻസ് ആ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മിനിമം ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾ 2, 3, 4 ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ, ഡിഫറെന്റ് മീൻസ് ഇപ്പം വാട്സാപ്പും ലീഡ് ജനറേഷനും അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ, നിങ്ങളുടെ പ്രോപ്പർ ലേണിംഗ് അവിടെ ഒന്നുകൂടി കുറയാണ്. അതായത് സിസ്റ്റത്തിന് മീൻസ് പ്ലാറ്റ്ഫോമിന് അവിടെ നിങ്ങളുടെ ആ ഒരു പ്രോപ്പർ ലേണിംഗ് അവിടെ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ഇനഫ് ബഡ്ജറ്റ് ദെൻ യു ക്യാൻ ട്രൈ ദാറ്റ്. അല്ലാതെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് മീൻസ് നമുക്ക് ബെറ്റർ ലേണിംഗ് കിട്ടുന്ന സമയത്താണ് അവിടെ നിങ്ങൾക്ക് ലീഡ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കോസ്റ്റ് പെർ പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ അതൊരു കോണ്ടെക്സ്റ്റ് ആണ്. പിന്നെ അതിൽ തന്നെ വേറൊരു കേസ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സെയിം സർവീസിന് തന്നെ ഷെബിൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, അതായത് കസ്റ്റമർ പെർസോണ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഷെബിൻ നേരത്തെ പറഞ്ഞ നമ്മൾ MB360 കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ഇരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ പെർസോണയാണ്. ആ കസ്റ്റമർ പെർസോണ, അതായത് ഇപ്പം ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ഇതിന് തന്നെ നമുക്ക് ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ, അതായത് ഡിഫറെന്റ് പെയിൻ പോയിന്റ്സിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഒരേ സർവീസസിന് നമുക്ക് ഡിഫറെന്റ് പെയിൻ പോയിന്റ്സിൽ മാർക്കറ്റ് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമറിന്റെ ലെഗിൽ നിന്നിട്ട് ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് കിട്ടുന്നത്. സോ നമ്മളെ ആഡുമായിട്ട്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് തന്നെ അറിയാവുന്നതാണ് ഒരേ സർവീസിന് വേണ്ടിയിട്ട് ഡെയിലി ബേസിസിൽ നമ്മളെ കൂട്ടത്തിൽ തന്നെ എത്ര പേര് ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഡെയിലി. സോ അതിൽ നിന്ന് നമ്മളുടെ ആഡ് അവിടെ ഹിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ ആ ഒരു ക്രിയേറ്റീവിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവിടെ നിങ്ങൾ ഈ പെർസോണെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഒരു സെയിം സർവീസിന്റെ സ്പെസിഫിക് പെയിൻ പോയിന്റ്സ് മാത്രം അഡ്രസ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മേലെ ക്യാമ്പയിൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അവിടെ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ട്രൈ ചെയ്യാം. അതിൽ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് ചില സ്പെസിഫിക് ടൈപ്പ് ഓഫ് സർവീസസ് അല്ലെ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് അവിടെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവും. ആ വർക്ക്ഔട്ട് ആയ സ്ട്രാറ്റജീസ് ഏതാണെന്ന് അനലൈസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് സെക്ടേഴ്സ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വെച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടന്റ് മാർക്കറ്റിംഗും ചെയ്യാം. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ, നിങ്ങളെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ട്രസ്റ്റും അതുപോലെ തന്നെ ഫോളോവേഴ്സിനൊക്കെ ഈസിലി അവിടെ ബിൽഡ് ചെയ്യാനും പറ്റും. പിന്നെ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഞാൻ എല്ലാവരോടും എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ക്ലയന്റുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചിട്ട് ഒരു സ്ട്രാറ്റജി സംസാരിച്ചതിന് ശേഷം മാത്രം ഈ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നുകൂടി നിങ്ങൾക്ക് ആ ഒരു എക്സാക്ട് ബിസിനസ് എന്താണെന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ, നമുക്ക് മീൻസ് ഇപ്പോൾ ഒരു എൻക്വയറി വരുന്ന സമയത്ത് എപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ജസ്റ്റ് അവരുടെ വെബ്സൈറ്റ് ജസ്റ്റ് അയച്ചു തരും. അവരുടെ വെബ്സൈറ്റ് മാത്രം അയച്ചു തന്നതിലൂടെ നമുക്ക് മേ ബി ചിലപ്പോൾ എക്സാക്ട് ടാർഗറ്റ് ഓഡിയൻസിനോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർ സർവീസസ് നമുക്ക് അനലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങളൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾ ഡയറക്റ്റ് ആ ഒരു ക്ലയന്റുമായിട്ട് അവരുടെ എക്സാക്ട് ടാർഗറ്റ് ഓഡിയൻസ് ഏതൊക്കെയാണ്, അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓഡിയൻസിനാണ് നിങ്ങൾ റീച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ, അതായത് ഇപ്പം ഒരേ സർവീസ് തന്നെ പല പെയിൻ പോയിന്റിൽ ചെയ്യാന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ,
ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പം ആ ക്ലയന്റുമായിട്ടുള്ള ടോക്കൺ ആയിരിക്കും. അപ്പം അത് ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതായത് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ പ്രോപ്പർ ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് മീറ്റ് നടത്തി കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, ഇതിനകത്തൊരു ബഡ്ജറ്റ് കോസ്റ്റ് പെർ ലീഡ്, how do we know estimate the cost per lead for an ad campaign? ഒരു ആഡ് ക്യാമ്പയിൻ ഒരു കോസ്റ്റ് പെർ ലീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സോ കോസ്റ്റ് പെർ ലീഡ് നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, ഏറ്റവും പ്രോപ്പർ വേയിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ആണ്. ഇപ്പം നമ്മൾ ഇപ്പം ഈ മാസം ഒരു മീഡിയ പ്ലാൻ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലീഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള മീഡിയ പ്ലാൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഏറ്റവും റീസെന്റ് നമ്മളെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിന്റെ ലീഡ് കോസ്റ്റ് എത്രയാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. അതാണ് നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ എന്ന് പറയുന്നത്. അത് മാത്രമാണ് ശരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ, ഒരു അക്യുറേറ്റ് ഡേറ്റ എന്നുള്ള കാര്യം. ബാക്കി നമ്മൾ സിമിലർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ട് നമ്മൾ റിസർച്ച് ചെയ്തെടുക്കുന്ന ഡേറ്റയൊക്കെ ഒരു എന്താ പറയാ, ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്യാമ്പയിൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു ഡേറ്റ ഉണ്ട്. ഇപ്പം ഒരു 100 രൂപയാണ് നിങ്ങൾക്ക് ഒരു ആവറേജ് ലീഡ് കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് കുറെ കൂടെ പ്രോപ്പർ ഡേറ്റയാണ്. ആ ഡേറ്റ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പയിനെ സ്കെയിൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയൊരു ലൊക്കേഷനിലേക്ക് ക്യാമ്പയിൻ സ്കെയിൽ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്തോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കറന്റ് ക്യാമ്പയിന്റെ ലീഡ് കോസ്റ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ലീഡ് കോസ്റ്റ് ഒരു ഡേറ്റ ഇല്ല, പുതിയതായിട്ട് നിങ്ങൾ ഒരു ആഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് പുതിയതായിട്ട് ഓൺബോർഡ് ചെയ്തൊരു ക്ലൈന്റ് ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പറയേണ്ടത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്ലാറ്റ്ഫോം അല്ലെ നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം ഇപ്പൊ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 10 റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സെയിം പ്രൈസിന്റെ പ്രൊജക്ട് ആണെങ്കിൽ പോലും ആ 10 ബിസിനസ്സുകളുടെയും ക്യാമ്പയിൻസിന് കിട്ടാൻ പോകുന്ന ലീഡ് കോസ്റ്റ് ഡേറ്റയും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് ലീഡ് കോസ്റ്റ് കൂടുതലായിരിക്കും, ചിലർക്ക് ലീഡ് കോസ്റ്റ് കുറവായിരിക്കും, ചിലർക്ക് ലീഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷെ ലീഡ് കോസ്റ്റ് സെയിം ഉള്ള ബിസിനസ്സുകൾക്ക് തന്നെ കിട്ടുന്ന ലീഡിന്റെ ക്വാളിറ്റിയിൽ ഡിഫറെന്റ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എൻ്റെ ഡിഫറെന്റ് ആണ്, ഒരിക്കലും എല്ലാവർക്കും ഇത് സെയിം ആയിട്ട് വരത്തില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് അല്ലെ നമുക്ക് കുറെ കൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ കിട്ടണമെങ്കിൽ അത് നമ്മുടെ ഓൺ അക്കൗണ്ടിൽ തന്നെ കിട്ടണം. അപ്പൊ അതിന് ആദ്യമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റഫ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ട്രയൽ ക്യാമ്പയിൻ എന്നുള്ള രീതിയിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പുതിയ അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ക്ലൈന്റ് ഇതുപോലെ വന്ന് നിങ്ങൾക്ക് എത്ര കോസ്റ്റ് ആവും, എനിക്ക് ഇത്ര റിസൾട്ട് വേണം, എത്ര കോസ്റ്റ് ആവും എന്നൊക്കെ നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു റഫ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അതൊരു ട്രയൽ ക്യാമ്പയിൻ ആണ് റൺ ചെയ്യാൻ പോകുന്നത്. ഒരു 5000 രൂപ, INR-ലാണെങ്കിൽ 5000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപയ്ക്ക് ഒരു 10 ഡേയ്സ് നമുക്ക് ക്യാമ്പയിന്റെ ലീഡിംഗ് ഫേസ് കംപ്ലീറ്റ് ആവാനായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഡ്യൂറേഷനും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ട്രയൽ ക്യാമ്പയിൻ നമ്മൾ പ്ലാൻ ചെയ്യുക. ഈ ട്രയൽ ക്യാമ്പയിൻ നമ്മൾ ലൈവ് ആക്കി റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങളുടെ ബയോപോസോണായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് മാത്രം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കോസ്റ്റിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ വറീഡ് ആവാൻ പോകണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന ലീഡിന് ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നതെന്ന് മേക്ക് ഷുവർ ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന കോസ്റ്റ് എന്താണോ ആ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത പ്ലാൻ ചെയ്യാം. അപ്പം നിങ്ങൾ ഇപ്പൊ 5000 രൂപയ്ക്ക് നിങ്ങൾ ക്യാമ്പയിൻ റൺ ചെയ്തു, നിങ്ങൾക്ക് ഒരു 20 ലീഡ് കിട്ടി. ഓക്കെ, അപ്പൊ ആ 20 ലീഡ് കിട്ടിയ വിത്തിൻ ദാറ്റ് 20 നിങ്ങൾക്ക് വന്നേക്കുന്നതിൽ ഒരു 5 എണ്ണമാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ജെനുവിൻ എൻക്വയറീസ് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ആ 20 ലീഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിലെ ലീഡ് പെർ കോസ്റ്റ്. ഇനി നിങ്ങൾക്ക് അവിടെ വീണ്ടും നിങ്ങൾക്ക് ക്വാളിറ്റി കോസ്റ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ടോട്ടൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത 5000 രൂപയിൽ 5 ലീഡാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ലീഡ് വന്നെന്നുണ്ടെങ്കിൽ 5000 ഡിവൈഡഡ് ബൈ 5. അപ്പൊ അവിടെ നിങ്ങളുടെ കോസ്റ്റ് പെർ ക്വാളിറ്റി ലീഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ക്വാളിറ്റി ലീഡിന്റെ കോസ്റ്റിനെ വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കൃത്യമായിട്ട്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു 5 സെയിൽ നിങ്ങൾക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ 5 അല്ലെങ്കിൽ ഒരു 50 ക്വാളിറ്റി ലീഡ് വന്നാലാണ് നിങ്ങൾക്ക് 5 സെയിൽ നടക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഒരു കൺവേർഷൻ റേറ്റ് എന്നുണ്ടെങ്കിൽ അപ്പം 50 ക്വാളിറ്റി ലീഡിനെ നമുക്ക് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര വേണം? അതിന്റെ 3 ഇരട്ടി ടോട്ടൽ ലീഡ്സ് വന്നെങ്കിൽ 50 ക്വാളിറ്റി ലീഡ് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് 200 ലീഡ് നമുക്ക് ടോട്ടൽ വന്നെങ്കിൽ അതിനകത്ത് ഒരു 50 ക്വാളിറ്റി ലീഡിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ വഴി നമുക്ക് അപ്പൊ ആവറേജ് ലീഡ് കോസ്റ്റ് എത്രയാണ്, ഒരു ലീഡിന് വന്ന കോസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ തന്നെ ക്വാളിറ്റി ലീഡിന് വരുന്ന ഒരു കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഈ ഇത്രയും സെയിൽ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും ക്വാളിറ്റി ലീഡിനെ അപ്പം ഇത്രയും ടോട്ടൽ ലീഡിനെ നമുക്ക് പമ്പ് ചെയ്യണം, അതിനപ്പോൾ ഇത്രയും ബഡ്ജറ്റ് വേണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാം നമ്മളുടെ ഓൺ ഡേറ്റനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ അക്യുറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉണ്ടെങ്കിൽ അത് തന്നെ കൺസിഡർ ചെയ്യുക. ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് ഒരു ട്രയൽ ക്യാമ്പയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സ് നിങ്ങൾക്ക് വേണ്ട റൈറ്റ് കസ്റ്റമറിൽ നിന്നാണെന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യുക. അത്രേ ഉള്ളൂ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ്
ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി സെയിൽ ക്യാമ്പയിൻ റൺ ചെയ്തു, 1 വീക്ക് റൺ ചെയ്തു, റിസൾട്ട് വന്നു, പക്ഷെ ക്വാളിറ്റി ഇല്ല. എഗൈൻ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു ലെസ് ദാൻ 3 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ക്യാമ്പയിൻ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രം നമ്മൾ ഒരു മെറ്റ ആഡ് എക്സ്പെർട്ടോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് ആഡ് എക്സ്പെർട്ടോ ആവത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ആ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നോക്കുക. സോ നമ്മൾ മെറ്റ ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാ പെയ്ഡ് ആഡ്സ് പ്ലാറ്റ്ഫോമും വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ബേസിക് പ്രോസസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റിലവൻസി എന്ന് പറയും. ഈ റിലവൻസി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിന് പല പല മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഒരു ആഡ്, ഇപ്പൊ ഞാനിപ്പോ ഒരു ആഡ് കാണുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പരസ്യം എനിക്ക് എത്രത്തോളം റിലവന്റ് ആണ്, ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കിയിട്ട് ഓരോ പരസ്യത്തിനും ഓരോ പോയിന്റ് അവിടെ അസൈൻ ചെയ്യുന്നുണ്ട്. ഇതിനാണ് റിലവൻസി സ്കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി സ്കോർ എന്ന് പറയും. അടുത്തതായിട്ട് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ആക്ഷൻ റേറ്റ്സ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ആഡ് എന്നെ കാണിക്കുകയും അക്ഷിനെ കാണിച്ചാലും ഇതിൽ ആരാണ് ഇപ്പൊ എന്നെയും അക്ഷിനെയും ഒരു ആഡ് കാണിക്കാനായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരിൽ ആരിലും ഒരാളെ മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ആരെ കാണിക്കണം എന്നുള്ളതിനകത്ത് ഒരു എസ്റ്റിമേറ്റഡ് ആക്ഷൻ റേറ്റ്സ് അവിടെ കൺസിഡർ ചെയ്യും. ഈ എസ്റ്റിമേറ്റഡ് ആക്ഷൻ റേറ്റ്സ് അവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിന്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റനെ ബേസ് ചെയ്തിട്ടുണ്ട്. അത് അൽഗോരിതം തന്നെ കൺസിഡർ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഒരു 1000 പേരെ കാണിച്ചപ്പം ഈ 1000 പേരിൽ നമുക്കൊരു 10 റെസ്പോൺസ് വന്നിട്ടുണ്ടെങ്കിൽ ആ 10 റെസ്പോൺസ് ഔട്ട് ഓഫ് 1000 ആരൊക്കെയാണ്, അവർക്ക് എന്താണ് സ്പെഷ്യാലിറ്റി, അവർക്ക് കോമൺ ആയിട്ട് ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ, അവർക്ക് കോമൺ ആയിട്ട് ഒരു പർട്ടിക്കുലർ പ്ലേസ്മെന്റിൽ നിന്നാണോ ആ ഒരു റിസൾട്ട് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ നിന്നുള്ള ആൾക്കാരാണോ, ഈ ഒരു ഇൻട്രസ്റ്റ് വരുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ സിമിലർ ആയിട്ട് വരുന്ന ആൾക്കാരാണോ. അപ്പൊ ഇങ്ങനെ ഒരു ഡേറ്റ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അൽഗോരിതം അത് കൺസിഡർ ചെയ്യും. അപ്പൊ ആ ഡേറ്റനെ ബേസ് ചെയ്തിട്ട് അൽഗോരിതത്തിന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നെ കാണിച്ചാലാണോ അക്ഷിനെ കാണിച്ചാലാണോ കൂടുതലും റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത. ഇതിനോടൊപ്പം തന്നെ എന്റെയും അക്ഷിന്റെയും പേഴ്സണൽ ആയിട്ടുള്ള, ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച അല്ലെ 2 മാസം, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പം മെറ്റയില് ഞങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതും നമ്മൾ ഫോണിൽ നമ്മൾ സംസാരിക്കുന്ന വോയിസ് അടക്കം എല്ലാ കാര്യങ്ങളും അവിടെ ആ ഡേറ്റ ആയിട്ട് തന്നെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ യൂസ് ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് ഇവർക്ക് ഒരു പ്രെഡിക്റ്റിംഗ് സിസ്റ്റം ആയിട്ട് ബിൽഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ട്. നമ്മളിപ്പം എയുടെയും മെഷീൻ ലേണിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി അറിയാം. ഈ മെഷീൻ ലേണിംഗിന്റെ ഒക്കെ നല്ല രീതിയിലുള്ള യൂസേജ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നത് വഴി അവർക്ക് കൃത്യമായിട്ട് കിട്ടിയേക്കുന്ന ഡേറ്റ പ്രകാരം അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നെ ഈ ഒരു ആഡ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത എത്രയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്കോർ ഉണ്ട്, അതാണ് എസ്റ്റിമേറ്റഡ് ആക്ഷൻ റേറ്റ്. സോ അപ്പോൾ റിലവൻസി എന്ന് പറയുന്ന സ്കോർ കഴിഞ്ഞു, എസ്റ്റിമേറ്റഡ് ആക്ഷൻ റേറ്റ് എന്ന് പറയുന്ന ഒരു സ്കോർ കഴിഞ്ഞു. ഇതിന് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന ഒരു സ്കോർ അല്ലെങ്കിൽ ഒരു വാല്യുവേഷൻ സിസ്റ്റം ആണ് ബിഡ് എമൗണ്ട്. നമ്മളുടെ ബഡ്ജറ്റിൽ എത്രയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആഡ് ഒരു പർട്ടിക്കുലർ വ്യക്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം മുടക്കാൻ പറ്റുന്ന എമൗണ്ട്, അതിനാണ് ബിഡ് എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ലേലത്തിലൊക്കെ പറയുന്ന പോലെ ബിഡ്. സോ ബേസിക്കലി ഈ നമ്മുടെ ആഡ് കാണിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സിസ്റ്റം ആണ്. അപ്പോൾ അവിടെ തന്നെ നമ്മളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ആഡ് കാണുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്: എസ്റ്റിമേറ്റഡ് ആക്ഷൻ റേറ്റ്സ്, റിലവൻസി, അതുപോലെ തന്നെ ബിഡ് എമൗണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാനും എൻ്റെ ഒരു ലിങ്ക്ഡിനിൽ ഞാൻ പോസ്റ്റിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു ആഡ് കാണുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിന്റെ ഇഷ്യൂസിന്റെ ഒക്കെ മെയിൻ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചിന്തിക്കേണ്ടത് ഇതേ സിസ്റ്റത്തിൽ കൂടെയാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ അല്ലെ അടുത്ത 10 ബിസിനസ് ഓണേഴ്സും ഒരാളെ തന്നെ ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം ഈ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഒരു കേസിനകത്ത് നമുക്കതൊരു ഒരു റിയൽ കേസ് സിനാറിയോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അക്ഷനാണ് നിങ്ങൾക്ക് വേണ്ട ഒരു റൈറ്റ് ഓഡിയൻസ് എന്ന് വിചാരിക്കാം. നിങ്ങളുടെ വേണ്ട ഒരു റൈറ്റ് കസ്റ്റമർ അക്ഷനാണ്. പക്ഷെ അക്ഷനെ തന്നെ ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു 3 പേരുണ്ട്. ഞാനും അതിലൊരാളാണ് അക്ഷനെ തന്നെ ആഡ് കാണിക്കുന്നത്. അക്ഷനാണ് എന്റെ കസ്റ്റമർ. നിലവിൽ അക്ഷൻ എന്ന് പറയുന്ന ഒരു ഒറ്റ കസ്റ്റമറേ ഉള്ളൂ. പക്ഷെ അവന്റെ ലീഡ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന 3 അഡ്വർടൈസേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ആരുടെ ആഡാണോ, അല്ലെങ്കിൽ അക്ഷൻ റിസൾട്ട് തരുന്ന കേസ് നമുക്ക് മാറ്റിയേക്കാം. അക്ഷനെ ആഡ് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരാൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. 3 അഡ്വർടൈസേഴ്സ് ഉണ്ട്. അപ്പൊ ആരുടെ ആഡാണ് അവിടെ അക്ഷൻ കാണാൻ പോകുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞ പോലത്തെ കാര്യങ്ങളാണ്. ഈ നേരത്തെ പറഞ്ഞ 3 മെട്രിക്സുകൾ അവിടെ കൺസിഡർ ചെയ്യും. ആ ടോട്ടൽ മെട്രിക്സിനകത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ആർക്കാണോ, അത് എന്റെ ക്യാമ്പയിൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെ എന്റെ ആഡിനാണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷന് ഞാൻ വിൻ ചെയ്യും. എന്റെ ആഡ് ആയിരിക്കും അക്ഷൻ കാണാൻ പോകുന്നത്. സോ അപ്പൊ അവിടെ എന്റെ ആഡ് അക്ഷനെ കാണിച്ചു, അക്ഷന്റെ റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു റൈറ്റ് കസ്റ്റമറിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി റിസൾട്ടിനെ നിങ്ങൾ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർക്കിംഗ് മനസ്സിലാക്കുക. ഇതുവഴി നിങ്ങൾ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്ലാൻ ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആരാണ് അത് കൃത്യമായി മനസ്സിലാക്കുക. അയാളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അയാളുടെ ഒരു ബിഹേവിയർ എന്തൊക്കെയാണ്,
അയാൾക്ക് ഏത് ടൈപ്പ് പ്രിഫറൻസ് ആണ് ഇഷ്ടപ്പെടുന്നത്, അയാൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസിന്റെ ഏത് ഫീച്ചർ ആണ് അയാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, റിയൽ എസ്റ്റേറ്റിനെ തന്നെ നമ്മൾ സ്പെസിഫൈ പറയുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ തന്നെ നിങ്ങൾക്ക് വരേണ്ട റിസൾട്ടിനകത്ത് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവിടെ അവരുടെ തന്നെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് അവിടെ താമസിച്ച് അവിടെ തന്നെ സെറ്റിൽ ആവാനായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനി അവിടെ മേടിച്ചിട്ടിട്ട് അത് റെന്റ് കൊടുത്ത് ഒരു ഇൻകം കൺസിഡർ ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും. വളരെ പാസീവായിട്ട് ഇപ്പൊ ഒന്ന് വീട് വെക്കാൻ ഒരു പ്ലാനും ഉണ്ടാവത്തില്ല, പക്ഷെ ചുമ്മാ ആഡ് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ലീഡ് സബ്മിറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ലീഡ്സ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ ഒരു ഇൻവെസ്റ്ററിനെ ആണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ നിയർ ബൈ അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പോ അവിടുത്തെ പൈപ്പ് ലൈൻ അല്ലെങ്കിൽ വാട്ടർ ഫ്ലോയുടെ മാത്രം കാര്യങ്ങളാണ്, നിയർ ബൈ സ്കൂൾസിനെ കുറിച്ച് പറയുന്നതിനപ്പുറം ആ ഒരു ലൊക്കേഷനിൽ അവിടെ ആ ഒരു സ്ഥലത്തിന് അവിടെ ഉണ്ടാവാൻ പോകുന്ന ഡിമാൻഡ് എന്താണ്, ആ സ്ഥലത്തിന്റെ അടുത്തുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ ഇത്രത്തോളം ആൾക്കാർ അവിടെ ഇനിയും മുന്നോട്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ആവാനുള്ള സാധ്യത, അവിടെ ഇത്ര ഡെവലപ്മെന്റ് ഇനി വരാനുള്ള സാധ്യതയുണ്ട്. അതുവഴി ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ അവർക്ക് ഇനിയും കൂടും. അപ്പൊ ഇതൊരു ക്രിയേറ്റീവായിട്ട് അവർ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കൂടുതലായിട്ട് അട്രാക്ട് ആവുന്നത്. എന്നാൽ ഇത് റെന്റിന് കൊടുക്കാനായിട്ട് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ അടുത്ത് ഒരു വലിയൊരു കമ്പനി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു IT പാർക്ക് ആയിരിക്കും ഉള്ളത്. അപ്പൊ ആ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ പ്രസന്റേഷൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ വീട് മേടിച്ച് അത് റെന്റിന് കൊടുക്കാനായിട്ട് നോക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ അയാളെ അതായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനൊപ്പം തന്നെ അവിടെ ആ റിലവൻസിയും അവിടെ വന്നു. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലും നിങ്ങളുടെ ആഡിനെ പ്ലേസ് ചെയ്തു. മറ്റു കോമ്പറ്റീറ്റേഴ്സ് ചുമ്മാ റാൻഡം ആയിട്ടുള്ള ജനറിക് ആയിട്ട് സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ റോഡ് ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ അവർ മെൻഷൻ ചെയ്യുന്നുള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. സോ അതുവഴി നിങ്ങളുടെ ലീഡ് കോസ്റ്റ് ഒരുപാട് കൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള റിസൾട്ടിനെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള ഡേറ്റ ആരാണ്, റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമർ ആരാണ്, റൈറ്റ് അല്ലാത്ത കസ്റ്റമർ ആരാണെന്ന് കൃത്യമായിട്ട് പ്ലാറ്റ്ഫോമിന് അറിയണം. ഇപ്പൊ ഒരു 10 പേര് ലീഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ കൊമേഴ്സ് ആണെങ്കിൽ ഞാനത് പറഞ്ഞത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് അവിടെ കൃത്യമായിട്ട് ഇവന്റ് ബേസ് ചെയ്യണം. ആഡ് ടു കാർട്ട് അല്ലെങ്കിൽ ചെക്ക്ഔട്ട് ഇനീഷ്യേറ്റ് ചെയ്ത ആള്, പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത ആള്, ഈ മൂന്നെണ്ണത്തിൽ നോക്കുമ്പോൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത ആളാണ് നമുക്ക് കൂടുതൽ റിലവന്റ് എന്നുള്ള കാര്യം പ്ലാറ്റ്ഫോമിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഇവന്റിനെ ട്രാക്ക് ചെയ്താൽ മതി. പക്ഷെ ലീഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ലീഡ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ ഇപ്പൊ മലയാളികളായിട്ടുള്ള ലീഡ് ആരാണ്, മലയാളി അല്ലാത്ത ലീഡ് ആരാണെന്ന് പെട്ടെന്ന് ചിലപ്പോൾ അൽഗോരിതത്തിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ എല്ലാ ആൾക്കാരും ചെയ്ത് കോമൺ ആയിട്ട് ഒരു ഇവന്റ് ആണ് ലീഡ് സബ്മിഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമർ മാത്രമേ നമ്മുടെ ലീഡ് സബ്മിറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് മേക്ക് ഷുവർ ചെയ്യേണ്ടത്. നമ്മൾ അവിടെ ലീഡ് കോസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിറ്റി ആണെങ്കിൽ ക്വാളിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അവിടെ നിങ്ങൾ ക്വാണ്ടിറ്റിയെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. കാരണം ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സൈഡ്, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന മറ്റൊരു സൈഡാണ്. നിങ്ങൾക്ക് ക്വാളിറ്റി ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ലീഡ് കോസ്റ്റിൽ നിങ്ങൾ ചിലപ്പം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ ക്വാണ്ടിറ്റി ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പം ആദ്യം ഒരു പോയിന്റ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യണം ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ട് നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക. അവിടെ നിങ്ങൾ ലീഡ് കോസ്റ്റിനെ കുറിച്ച് ബോധർ ചെയ്യില്ല. പകരം നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള ആൾ മാത്രം ലീഡ് സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യും. ഇപ്പൊ ഒരു ലീഡ് ജനറേഷൻ വിത്ത് ലീഡ് ഫോം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രോപ്പർട്ടി അത് കൊച്ചിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ പാലക്കാട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്. വരുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റ് ഇല്ല, അല്ലെങ്കിൽ അവർ ആ ലൊക്കേഷൻ അല്ല നോക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ലീഡ് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ക്വാളിറ്റിയിൽ ഒരു മൂന്ന് പ്രോബ്ലം ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 by 1 ആയിട്ട് അതിനെ അഡ്രസ് ചെയ്യണം. ഈ ലൊക്കേഷൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുടെ ലീഡ് നമുക്ക് വേണ്ട. കാരണം അങ്ങനെ ലീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾക്കാരുടെ അല്ലെ ആ ഒരു ക്വാളിറ്റി ഉള്ള സിമിലർ ആയിട്ടുള്ള ലീഡ് നിങ്ങൾക്ക് ഇനിയും വരും. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് റൈറ്റ് ആയിട്ടുള്ള ആളുടെ മാത്രം റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ആ കൃത്യമായിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ പാലക്കാട് മാത്രം പ്രോപ്പർട്ടി നോക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് റിലവന്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ്സ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് പ്ലാൻ ചെയ്യണം. നിങ്ങളുടെ ക്രിയേറ്റീവിൽ ആ ലൊക്കേഷനെ കൃത്യമായി മെൻഷൻ ചെയ്യുക. ഇതുപോലെ തന്നെ ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ കൃത്യമായി പറയും ഇന്ന ലൊക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ ആണെന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡു യു വാണ്ട് ടു പ്രൊസീഡ് ഓർ നോട്ട്. അപ്പൊ അവിടെ ഏസ് പ്രൊസീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റാവുള്ളൂ. അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഫോം സബ്മിഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് റിച്ച് ക്രിയേറ്റീവ്സ് നമുക്ക് ഫോം ടൈപ്പ് യൂസ് ചെയ്തിട്ട് കണ്ടീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പം ഇപ്പം ഇതിനകത്ത് എ, ബി, അല്ലെ സി, ഡി ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടീഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതുവഴി കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള റൈറ്റ് ഓഡിയൻസിന്റെ മാത്രം ഡേറ്റയാണ് അവിടെ ക്യാമ്പയിൻ ലേൺ ചെയ്യുന്നത്. സോ ഈ ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ ലേൺ ചെയ്യുന്ന ഡേറ്റനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന 10 ലീഡ് ആരാണ്, ഈ 10 ലീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത 100 പേര് നമ്മുടെ ആഡ് കാണാൻ പോകുന്നത്, അല്ലെ അടുത്ത 100 ലീഡ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഈ ഇനീഷ്യലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 10 ലീഡിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത ലീഡ് വന്നു, നിങ്ങൾ നോക്കുമ്പോൾ കോസ്റ്റ് പെർ ലീഡ് ഒക്കെ വളരെ കുറവാണ്.
പക്ഷെ ഈ വന്ന 10 ലീഡിനകത്ത് ഞാൻ പറയണ ഒരു 3 പേര് ചിലപ്പോൾ ഒരു നോൺ മലയാളീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബംഗാളി ലീഡാന്ന് വിചാരിക്കുക. അപ്പം അൽഗോരിതം നോക്കുമ്പോൾ എന്താ, ബംഗാളി ലീഡ്സ് നോക്കുമ്പോഴത്തേക്കും അവരെ ആഡ് കാണിക്കാനായിട്ടുള്ള ബിഡ് എമൗണ്ട് കുറവാണ്. ചിലപ്പോൾ മലയാളിനെ ആഡ് ടാർഗറ്റ് ചെയ്യുന്ന അത്രയും ആൾക്കാർ ബംഗാളീസിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ബിഡ് എമൗണ്ട് കുറവാണ്, കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് തന്നെ അവിടെ കുറച്ചും കൂടെ ചീപ്പായിട്ട് അവരുടെ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷെ ഇവന്റെ റിസൾട്ട് നമുക്ക് അത്ര വർത്ത് അല്ലെന്നുള്ള കാര്യം അൽഗോരിതത്തിന് അറിയത്തില്ല. പക്ഷെ ഡേറ്റ മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൽഗോരിതം നോക്കുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടാൻ സാധ്യത ആരിൽ നിന്നായിരിക്കും, ബംഗാളികളിൽ നിന്നായിരിക്കും. നമ്മളെല്ലാവരും ഡീഫോൾട്ട് ആയിട്ട് ചൂസ് ചെയ്യുന്ന ബിഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ബിഡിംഗ് സ്ട്രാറ്റജി നോക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ക്യാമ്പയിൻ തന്നെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ചില ഫാക്ടേഴ്സ് ആണ്. അതിൽ ലോവസ്റ്റ് കോസ്റ്റ് ഉണ്ട്, ബിഡ് ക്യാപ്പ് ഉണ്ട്, കോസ്റ്റ് ക്യാപ്പ് ഉണ്ട്, ഹയസ്റ്റ് വോളിയം ഉണ്ട്. ഡീഫോൾട്ട് ആയിട്ട് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഹയസ്റ്റ് വോളിയം എന്ന് പറയുന്ന ആയിരിക്കും നിങ്ങളുടെ ബിഡിംഗ് സ്ട്രാറ്റജിയുടെ ഡീഫോൾട്ട് ഓപ്ഷൻ. അപ്പം നേരത്തെ പറഞ്ഞ ക്വസ്റ്റിലേക്ക് വരികയാണ്, നിങ്ങൾ നോക്കുമ്പോൾ ഹയസ്റ്റ് വോളിയം ആണ് നിങ്ങളുടെ ക്യാമ്പയിൻ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിനെ മാക്സിമം കൊണ്ടുവരിക. അപ്പൊ അൽഗോരിതത്തിന്റെ ഡേറ്റ നോക്കുമ്പോൾ ബംഗാളികളുടെ റിസൾട്ട് കിട്ടാനായിട്ട് കോസ്റ്റ് കുറവാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അൽഗോരിതം എന്ത് ചെയ്യും, അവരെ കൂടുതലായിട്ട് ഒപ്റ്റിമൈസ്, അപ്പൊ നിങ്ങളുടെ ആഡ് കൂടുതലായിട്ട് അവരിലേക്ക് പോകും, അവർ കൂടുതലായിട്ട് ലീഡ് സബ്മിറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ അവരുടെ മൈൻഡ് സെറ്റ് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ലേഡിയുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് പ്രസന്റ് ചെയ്യുന്നത്. അവർക്ക് ഇത് എന്താന്ന് പോലും അറിയത്തില്ല. അവർ നോക്കുമ്പോൾ ചിലപ്പോൾ ആ ലേഡിയുടെ നമ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ അവർ സബ്മിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ വാട്സപ്പ് മെസ്സേജ് ആണ് നിങ്ങൾ റൺ ചെയ്യുന്ന ആഡ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലേഡിയോട് സംസാരിക്കാൻ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ മെസ്സേജ് അയക്കുന്നത്. ഇതിന്റെ ഈ പറയുന്ന ആക്ടിവിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അൽഗോരിതം ഇതെല്ലാം ലേൺ ചെയ്യും. അൽഗോരിതം നോക്കുമ്പോൾ യെസ്, എന്റെ കസ്റ്റമറിന് നല്ല ഇഷ്ടം പോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്, അവർ ഹാപ്പി ആണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതുപോലത്തെ റിസൾട്ട് കൊണ്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് ബേസിക്കലി ഇവിടെ നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് ഇതിനുള്ള സൊല്യൂഷൻ കിട്ടാൻ. എന്താണ് ചെയ്യേണ്ടതും എന്താണ് ചെയ്യേണ്ടാത്തതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് മാത്രം ഫോക്കസ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ഡേറ്റ നിങ്ങൾ നിങ്ങളുടെ അൽഗോരിതത്തിന് അല്ലെങ്കിൽ ക്യാമ്പയിൻ ഇനീഷ്യലി നിങ്ങൾ ലേൺ ചെയ്യിപ്പിക്കുക. റൈറ്റ് ഓഡിയൻസിന്റെ ഡേറ്റ വെച്ച് ലേൺ ചെയ്ത് ക്യാമ്പയിൻ നമുക്ക് സ്കെയിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അവിടെ അൽഗോരിതത്തിന് കൃത്യ ഒരു ഡേറ്റ ഉണ്ട്, ഇവനാണ് റൈറ്റ് ഓഡിയൻസ്. ഇവനെ പോലത്തെ 10 പേരെ 100 പേരെ 1000 പേരെ ഈ കൊണ്ടുവരിക. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അൽഗോരിതം കൃത്യം ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു ഡേറ്റ മാത്രം അവിടെ വർക്ക്ഔട്ട് ചെയ്തോളും. ഇതായിരിക്കും ടാർഗറ്റിംഗിലാണെങ്കിൽ ഇപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ ക്യാമ്പയിനിൽ നിങ്ങൾ ലുക്ക് ലൈക്ക് ഓഡിയൻസിനൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ടാർഗറ്റിംഗിൽ അവിടെ സെയിം ലുക്ക് ലൈക്കിങ്ങിന്റെ ഒരു വർക്കിംഗ് മോഡൽ അവിടെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പൊ കറന്റ്ലി നമ്മൾ ടാർഗറ്റിംഗ് ഓപ്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ ആഡ് സെറ്റ് ലെവലിൽ സെലക്ട് ചെയ്യുന്ന ടാർഗറ്റിംഗിലല്ല പ്രോപ്പറായിട്ട് 100% അവിടെ അല്ല അൽഗോരിതം ആഡ്സ് കാണിക്കുന്നത്, ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. നിങ്ങളുടെ ക്രിയേറ്റീവ്സ് ആണ് നിങ്ങളുടെ ടാർഗറ്റിംഗ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ക്രിയേറ്റീവിൽ നിങ്ങൾക്ക് ആരെയാണോ റിസൾട്ട് വേണ്ടത് അയാളുടെ മനസ്സിൽ കണ്ടിട്ട് അയാൾക്ക് മാത്രം കമ്മ്യൂണിക്കേറ്റ് ആവുന്ന രീതിയിൽ നിങ്ങളുടെ മെസ്സേജിന് അത്രയും കസ്റ്റമൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിലവന്റ് ആയിട്ട് അവർക്ക് റിലവന്റ് ആവുന്ന രീതിയിൽ ക്രാഫ്റ്റ് ചെയ്യുക. അപ്പൊ ഈ ക്രിയേറ്റീവ് കാണുമ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൾ മാത്രം അത് സബ്മിറ്റ് ചെയ്താൽ മതി. ഇപ്പം അതിനോട് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു സ്റ്റഡി അബ്രോഡ് ഒരു ക്ലയന്റ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ജർമ്മനിയിലേക്ക് മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്, അത് വളരെ ബ്രോഡാണ്. കാനഡയും യുഎസും UK എല്ലാം നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് തന്നെ ജർമ്മനിയിലോട്ട് മാത്രം നോക്കുന്ന ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു റിക്വയർമെന്റ് ഉണ്ടാവും. അപ്പൊ ആ ലാംഗ്വേജോ അല്ല ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ ലീഡ് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മളൊരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി ആണെന്നുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ അവിടെ ഒരു IELTS ഇത്ര സ്കോർ വേണം, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിന് ഇത്ര സ്കോർ വേണം. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ നേരെ പോയിട്ട് ജർമ്മനിയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചും ജർമ്മനിയിൽ ഫ്രീ ആയി പഠിക്കാം, ഇതാണ് നിങ്ങളുടെ ക്യാപ്ഷൻ. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മനി ഫ്രീ ആയി പഠിക്കാം എന്ന് പറയുന്ന മെസ്സേജ് ആണ് ഈ ആഡ് കാണുന്ന ആളുടെ തലയ്ക്കകത്ത്. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് അത്ര സെറ്റ് ആവാത്ത ആൾക്കാർ എല്ലാം പേര് അതിൽ നിന്ന് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ IELTSന് 7 എബോവ് ബാൻഡ്വിഡ്ത്ത് സ്കോർ ഉണ്ടോ, അല്ലെങ്കിൽ 6.5 എബോവ് ബാൻഡ്വിഡ്ത്ത് സ്കോർ ഉണ്ടോ, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൽ ഈ ഒരു ബാൻഡ് സ്കോർ ഉണ്ടോ, ഇതായിരിക്കും നിങ്ങളുടെ പ്രൈമറി ക്യാപ്ഷൻ എന്നുണ്ടെങ്കിൽ അതായിരിക്കണം ഫസ്റ്റ് ആ യൂസർ കാണേണ്ട അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുള്ളവർ മാത്രം ഇതിന്റെ ബാലൻസ് വായിച്ചാൽ മതി എന്ന് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത് നോക്കി, അപ്പൊ അത് കണ്ട് അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് അറിയുമ്പോൾ ഇനി ഇതാണ് എന്റെ ഹെഡ്ലൈൻ, ഇത്ര ബാൻഡ്വിഡ്ത്ത് സ്കോർ ഉണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജർമ്മനി പഠിക്കാം, സെറ്റിൽ ആവാം, ഇതാണ് ABC എന്ന് പറയുന്ന കമ്പനി, ഇത്ര സക്സസ് റേറ്റ്. അടുത്ത് നമ്മൾ ഈ പറഞ്ഞൊരു മെസ്സേജിന് ഇനി അവർക്ക് ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കും. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാനവിടെ ഒരു ഫിൽറ്റർ അവിടെ ആ ഒരു ക്യാപ്ഷന് ഞാൻ ബിൽഡ് ചെയ്തു. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരും റോങ് ആയിട്ടുള്ള ആൾക്കാരും ഇതിനെ എങ്ങനെ ടേക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്ത് തന്നെ അവിടെ ഒരു ഫിൽട്രേഷൻ നടന്നു. ഈ സ്കോർ ഇല്ലാത്ത ആൾക്കാരും ഈ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അല്ല, ആ സ്കോർ അച്ചീവ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ ഈ മെസ്സേജ് കണ്ടിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ബേസിക് സൈക്കോളജി ആണത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ
ഒരു ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. പക്ഷെ വരുന്ന ആൾക്കാർ കൃത്യം റിലവന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ആ ഡേറ്റ ആയിരിക്കും അവിടെ പ്ലാറ്റ്ഫോം ലേൺ ചെയ്യുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ സിമിലർ ആയിട്ടുള്ള ഡേറ്റനെ ആയിരിക്കും അൽഗോരിതം അടുത്ത ടാർഗറ്റിംഗ് എക്സ്പാൻഷനിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മളുടെ റിസൾട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്തരത്തില് മെറ്റ ക്യാമ്പയിൻസ് റൺ ചെയ്ത ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അതോ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ മറ്റേ ജർമ്മനിയിൽ ഫ്രീ ആയി പഠിക്കാൻ എന്നുള്ള രീതിയിൽ ജനറിക് അപ്രോച്ചിലാണ് നിങ്ങൾ ക്രിയേറ്റീവ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്വിച്ച് ചെയ്ത് നോക്കും. അപ്പം വളരെ വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങൾ റിസൾട്ട് കിട്ടും. അത് പറഞ്ഞു, നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട രീതി മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ വളരെ ഈസിയാണ് പെയ്ഡ് ആഡ്സ് ചെയ്യാനായിട്ട്. ഒരുപാട് ബുദ്ധിമുട്ടിന്റെ ആവശ്യമോ എല്ലാ ദിവസവും ക്യാമ്പയിനിൽ എഡിറ്റ് ചെയ്യേണ്ട പരിപാടി അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ ലൈവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്ത് തിരിഞ്ഞു നോക്കത്തില്ല. ബഡ്ജറ്റ് തീർന്നു കഴിഞ്ഞാൽ മാത്രം ഒന്ന് ബാലൻസ് മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. ഫ്രീലാൻസിന്റെ കേസാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കൃത്യമായിട്ട് എന്താണ് നമുക്ക് റിസൾട്ട് വേണ്ടത് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒറ്റ ക്യാമ്പയിൻ മതി നമുക്ക് ആ റിസൾട്ട് കിട്ടാനായിട്ട്. എപ്പോഴും നമ്മൾ അതിനകത്ത് ഇരിക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഷിബിൻ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇടയട്ടെ. ഹലോ, ഓഡിബിൾ അല്ലേ? കേൾക്കാം. സോ നിങ്ങളിവിടെ ഈ ഷിബിൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ പ്ലാറ്റ്ഫോമിന്റെ ബെസ്റ്റ് പ്രാക്ടീസ്, ദാറ്റ് മീൻസ് നമ്മളൊരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് ഒരു ഓഡിയൻസിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഈവൻ നമ്മളിപ്പം നമ്മൾ എത്രത്തോളം ടാർഗറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ ഈവൻ നമ്മൾ ആ ഒരു ഓഡിയൻസ് സിഗ്നൽസ് ഒക്കെ മാറ്റിക് ആണെങ്കിലും ഗൂഗിളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മെറ്റയുടേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഓഡിയൻസിനെ ആണ് ആഡ്സ് ഷോ ചെയ്യുക. നമ്മൾ കൊടുത്തിട്ടുള്ള സിഗ്നൽസ് വെച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു സജഷൻസ് എന്നുള്ള ഒരു ബേസിൽ ഒരു ഓഡിയൻസിനാണ് സിഗ്നൽ ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഒരു 1000 ഓഡിയൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ 1000 ഓഡിയൻസിൽ നമ്മളെ ക്യാമ്പയിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 20 പേരായിരിക്കും. സോ ഈ 20 പേരെ ആണ് പിന്നെ ക്യാമ്പയിൻ അനലൈസ് ചെയ്യുക. സോ ഈ 20 പേര് എങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്ത് സൈക്കോഗ്രാഫിക്സ് ഉള്ള ആൾക്കാരാണ് ഈ 20 പേരെന്നാണ് പ്ലാറ്റ്ഫോം അനലൈസ് ചെയ്യുക. ആ അനലൈസ് ചെയ്തതിന് ശേഷം ഈ 20 പേരുടെ ലുക്ക് ലൈക്ക്, അതായത് ഈ സിമിലർ ബിഹേവിയറും അതേപോലെ തന്നെ ഈ സിമിലർ സൈക്കോഗ്രാഫിക്സും ഉള്ള സെയിം ടൈപ്പ് ഓഫ് ആൾക്കാരെയാണ് ഇത് പ്ലാറ്റ്ഫോം നമ്മളുടെ ക്യാമ്പയിൻസ് പിന്നെ ഷോ ചെയ്യുക. ഈ സെയിം ടൈപ്പ് ഓഫ്, അതായത് 20 പേരുടെ ലുക്ക് ലൈക്ക് ആവുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ലീഡ് കോസ്റ്റ് അവിടെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മീൻസ് ഇപ്പം ഇത് ഒരു സിംഗിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഒരു ക്യാമ്പയിന് നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് ആദ്യത്തെ ആ 20 പേരിൽ ഒരു 15 പേര് അല്ലെ ഒരു 10 പേര് ഹിന്ദിക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക്കലി, അതായത് മെറ്റ ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി അവര് നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ലോ കോസ്റ്റിൽ ലീഡ്സ് എന്നുള്ള രീതിയിലാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. സോ ആ ലീഡ്സ് നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ ഈ പറഞ്ഞ പോലെ ഈ 20 ലീഡ്സിൽ ഒരു 15 പേര് അല്ലെങ്കിൽ ഒരു 10 പേര് ഹിന്ദിക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്യും. അതായത് ഹിന്ദിക്കാരെടുത്തുനിന്ന് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ലീഡ്സ് വരുന്നുണ്ട്. സോ ആ ജനറേറ്റ് ചെയ്ത ലീഡ്സിന്റെ, അതായത് ഹിന്ദിക്കാരുടെ ലുക്ക് ലൈക്സ് ആണ് അവിടെ പിന്നെ ക്രിയേറ്റ് ആവുന്നത്. സോ നിങ്ങൾ മീൻസ് ഇപ്പോൾ ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാമ്പയിൻ പോകുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്കല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ലീഡ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പിന്നെയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്യാമ്പയിൻ മീൻസ് ഇപ്പം കസ്റ്റം ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കണ്ടീഷണൽ ലോജിക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യാം. നിങ്ങൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് ഒരു മെസ്സഞ്ചറിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ വാട്സാപ്പിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെറ്റയുടെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലേണിംഗ് ഒന്നുകൂടി ലിമിറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ഒറ്റ ക്ലിക്കിൽ തന്നെ അവർക്ക് ആ ഒരു ക്യാമ്പയിനായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. സോ ആരൊക്കെ നമ്മൾ ആ ഒരു ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്തോ അതൊക്കെ അവർക്ക് ഒരു ലേണിംഗ് ആയിട്ടാണ് അവിടെ നടക്കുന്നത്. സോ അതിന്റെ ഒരു ലുക്കിലേക്ക് ആയിട്ടാണ് നമ്മളുടെ ക്യാമ്പയിൻ പിന്നെ വർക്ക്ഔട്ട് ആവുക. സോ നമ്മൾ മേക്ക് ഷുവർ കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ക്യാമ്പയിൻ ഹലോ, ഓഡിബിൾ ആണോ? അതെ. ഹലോ, ഇടയിൽ ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ എന്നുണ്ടെന്ന് ചോദിച്ചാൽ ഓക്കെ. അപ്പം നമ്മൾ നമ്മളെ ക്യാമ്പയിൻ ലേണിംഗ് എപ്പോഴും പ്രോപ്പർ ആണെന്നുള്ള എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാമ്പയിന്റെ ലേണിംഗ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 days ആണ്. സോ
ഈ 7 ഡേയ്സിൽ പ്രോപ്പർ ആയിട്ട്, അതായത് ഇപ്പം 7 ഡേയ്സിൽ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിന് നമുക്ക് വേണ്ടിയിട്ട് അവിടെ ജനറേറ്റ് ചെയ്യേണ്ട ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ലീഡ്സ് ആണ്. ഈ 50 ലീഡ്സ് 7 ഡേയ്സിന്റെ ഉള്ളിൽ ജനറേറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ മീൻസ് ഇപ്പോൾ പ്രോപ്പർ ആയിട്ട് ഒരു ലേണിംഗ് അവിടെ കിട്ടാത്ത സമയത്താണ് നമുക്ക് അവിടെ ലേണിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻസ് വരുന്നത്, ക്യാമ്പയിൻസിൽ നോട്ടിഫിക്കേഷൻസ്. സോ ആ ഒരു സമയത്ത് മേ ബി ചിലപ്പോൾ നിങ്ങൾ ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ക്രിയേറ്റീവ്സ് ആണോ, ആ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പല ആഡ് അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പല ഏജൻസീസിനെ കൺസൾട്ട് ചെയ്ത സമയത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മെയിൻലി അവർ ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് തന്നെ വൺസ് ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ മീൻസ് ആ ഒരു ക്രിയേറ്റീവിൽ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും നമ്പർ ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ചേഞ്ചസ് അനലൈസ് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് ഡേ പോയിട്ട് ആ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ അവിടെ പോയിട്ട് സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ അവർ പോയിട്ട് എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ നടന്നിട്ടുള്ള ആ ഒരു ലേണിംഗ് അവിടെ മിസ്സാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ക്യാമ്പയിനിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ ക്യാമ്പയിൻ പിന്നെയും ലേണിങ്ങിലേക്ക് പോകും. സോ നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മളെ ക്യാമ്പയിനിൽ വേണ്ടത്, അത് മേ ബി ചിലപ്പം നിങ്ങളെ ക്രിയേറ്റീവിലുള്ള എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെഡ്ലൈൻസും എന്ത് ഡിസ്ക്രിപ്ഷൻസ്, പ്രൈമറി ടെക്സ്റ്റ് എന്തായിക്കോട്ടെ, നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടില്ലേ. അതായത് നമ്മൾ വൺസ് ആ ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 7 ഡേയ്സിലേക്ക് നമ്മൾ അതിന്റെ സ്പെസിഫിക് ചേഞ്ചസും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. സോ വേറൊരു കോണ്ടെക്സ്റ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ലീഡിന്റെ കൗണ്ടിന് പകരം എപ്പോഴും ക്വാളിറ്റി, അതായത് ക്വാണ്ടിറ്റിക്ക് പകരം എപ്പോഴും ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ക്ലയന്റിന് ബെറ്റർ റിസൾട്ട് കൊടുക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ നിങ്ങളുടെ മീൻസ് ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് റൈറ്റ് ആയിട്ടുള്ള എക്സാക്ട് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് അല്ലേ പോകുന്നതെന്ന് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക. എന്നിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ബെറ്റർ ക്വാളിറ്റി ഉള്ള ഓഡിയൻസിലേക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യുക. വൺസ് അത് ഈവൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഒരു ചില സ്പെസിഫിക് സർവീസസിന്റെ 1000 അല്ലെങ്കിൽ 2000 ഒക്കെ ലീഡ് കോസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പ്രോപ്പർ ഒരു ലേണിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് സ്പെസിഫിക് ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 200 അല്ലെങ്കിൽ 150 റെഡ്യൂസ് ചെയ്യും. അത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു ക്യാമ്പയിൻസ് പബ്ലിഷ് ചെയ്ത്, അതായത് ഫസ്റ്റ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യും അല്ല കറക്റ്റ് റൈറ്റ് ഓഡിയൻസിലേക്ക് അല്ലേ പോകുന്നത്. അതുപോലെ തന്നെ ഓഡിയൻസിന്റെ, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ലീഡ്സിന്റെ ഫീഡ്ബാക്ക് എടുക്കും. എന്നിട്ട് വൺസ് ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആ ക്യാമ്പയിനിൽ അനലൈസ് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് അധികം അങ്ങനെ ഇഷ്യൂസ് വരാറില്ല. അതായത് അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ആ ഒരു ക്രിയേറ്റീവിന്റെ എൻഗേജ്മെന്റ് റേറ്റിംഗ്, ക്വാളിറ്റി റേറ്റിംഗ് പോലത്തെ സംഭവങ്ങൾ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ റെസൊല്യൂഷൻസിലുള്ള ക്രിയേറ്റീവ്സ് എപ്പോഴും നമ്മൾ അതിനോട് അലൈൻഡ് ആയിട്ട് ചെയ്തിട്ടില്ലേ എന്ന് നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക. കാരണം വെച്ചാൽ മെറ്റ ആണെങ്കിലും ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും മീൻസ് ഏതൊരു പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു കസ്റ്റമറിന്റെ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആണ് അവർ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങളിപ്പം ഒരു സ്ക്വയർ സൈസ് അല്ലെ 4:5 എന്നുള്ള ഒരു സൈസസിന് മാത്രമാണ് നിങ്ങൾ ക്രിയേറ്റീവ് ചെയ്തത്. അതിനിപ്പം ആ സ്റ്റോറി സൈസിലേക്ക് വരുമ്പോൾ 16:9 അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഓഡിയൻസ് നെറ്റ്വർക്കിലേക്കുള്ള പ്രോപ്പർ ക്രിയേറ്റീവ്സ് ഒന്നും നിങ്ങൾ അവിടെ അലൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു ബെറ്റർ എക്സ്പീരിയൻസ് അല്ല. സോ നിങ്ങളുടെ കോമ്പറ്റീറ്റർ അവിടെ 16:9 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി സൈസ് ക്രിയേറ്റീവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമ്പയിനെക്കാട്ടും വിന്നിങ് ചെയ്യാൻ ചാൻസസ് ഉള്ള ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാമ്പയിനാണ്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഇപ്പോൾ നിങ്ങളൊരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ അലൈൻഡ് ആയിട്ടുള്ള എല്ലാ സൈസ്, സ്റ്റോറീസിലേക്കുള്ള സൈസസ്, അതേപോലെ ഫീഡിലേക്കുള്ള സൈസസ്, അതേപോലെ എല്ലായിടത്തേക്കുള്ള സൈസസ് നിങ്ങൾ ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ക്യാമ്പയിൻസിന്റെ അകത്ത് ഒരു മൾട്ടിപ്പിൾ ആഡ്സ് വെച്ചിട്ട് ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമാണ് അവിടെ ഒരു എന്താ പറയാ, മെറ്റയ്ക്ക് ആണെങ്കിൽ തന്നെ നമ്മളുടെ അസറ്റ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുള്ളൂ. സോ നിങ്ങളിപ്പം ഒരു ക്യാമ്പയിൻ്റെ അകത്ത് ഒരു സിംഗിൾ ക്രിയേറ്റീവ് ഇടുന്നതും അതുപോലെ തന്നെ നിങ്ങളൊരു ക്യാമ്പയിൻ്റെ അകത്ത് ഒരു 3 to 5 ക്രിയേറ്റീവ്സ് ഇടുന്നതും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ മെറ്റ കമ്പയർ ചെയ്യും. അതായത് ഈ 3 to 5 ഏത് ഇതാണ്, ദാറ്റ് മീൻസ് ഏത് ക്രിയേറ്റീവ് ആണോ അവിടെ
പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആവുന്നത്. അതായത് മീൻസ് ആ 5 ക്രിയേറ്റീവ് ചെയ്യുന്ന സമയത്തും ഒരേ ക്രിയേറ്റീവിന്റെ ഡിഫറെന്റ് കളർ ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് പോലെ ഡിഫറെന്റ് പെയിൻ പോയിന്റ്സോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഹെഡ്ലൈൻസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അലൈൻ ചെയ്തിട്ട് 5 ഡിഫറെന്റ് ഇതിലായിരിക്കും നമ്മൾ ആ ഒരു ക്രിയേറ്റീവ്സ് ഡിസൈൻ ചെയ്യേണ്ടത്. സോ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അതിൽ നമ്മൾ പ്രോപ്പർ ഒരു ലേണിംഗ് അനലൈസ് ചെയ്യുക. അതായത് അതിൽ നമുക്കൊരു 7 days അല്ലെങ്കിൽ ഒരു 14 days റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ലേണിംഗ് ഉണ്ടാവും. നമ്മൾ ഈ പബ്ലിഷ് ചെയ്തിട്ടുള്ള 5 ആഡ്സിൽ ഏതൊക്കെ ആഡ്സ് ആണ് അവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്, ആ പെർഫോം ചെയ്ത ആഡിന്റെ റീസൺ എന്താണ്, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ആ ഒരു അനലിറ്റിക്സ് സ്കിൽസ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അതായത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 5 ക്രിയേറ്റീവ്സിൽ ചിലപ്പം 1 or 2 ആയിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവിടെ ലീഡ്സ് കൊണ്ടുതരുന്നത്. ആ ലീഡ്സ് കൊണ്ടുതരുന്ന ക്രിയേറ്റീവ് എന്തുകൊണ്ട് അവിടെ വർക്ക്ഔട്ട് ചെയ്തു, എന്താണ് അതിൽ മെയിൻ. ചിലപ്പോൾ നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് USPs ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ ആ ഒരു ക്രിയേറ്റീവിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈൻസ് ആയിരിക്കാം. അത് എന്തുകൊണ്ടാണ് വർക്ക്ഔട്ട് ആയതെന്ന് അനലൈസ് ചെയ്തിട്ട് അതുപോലത്തെ സിമിലർ ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ ഓൾറെഡി മീൻസ് വർക്ക്ഔട്ട് ആവാത്ത ക്രിയേറ്റീവ്സ് നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ പിന്നെയും ആ ക്യാമ്പയിന് കോമ്പറ്റീഷൻ കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മളെ ക്യാമ്പയിൻസ് ഒന്നുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വർക്ക്ഔട്ട് ആവുള്ളൂ. അവിടെ അതിൽ ത്രൂ നിങ്ങൾക്ക് മാക്സിമം ലീഡ് കോസ്റ്റും അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതേ ഉള്ളൂ, വേറെ. ഓക്കെ, നമുക്ക് ടൈം ഇനി കുറച്ചുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന വെച്ചു. ഞാനത് കുറച്ചൊക്കെ ചാറ്റിൽ തന്നെ റിപ്ലൈ ചെയ്തത്. ചാറ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കറന്റ്ലി പെർഫോമൻസ് മാർക്കറ്റിംഗിൽ 4 year എക്സ്പീരിയൻസ് ഉണ്ട്, പ്രോഗ്രാമാറ്റിക്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഒന്ന് നിങ്ങൾ നോക്കേണ്ടത്, ഓൾറെഡി നിങ്ങൾക്ക് ഒരു 4 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി പോകാൻ പോകുന്നത് ഒരിക്കലും ഒരു എക്സിക്യൂഷൻ മാത്രമുള്ള ഒരു റോൾ ആയിരിക്കത്തില്ല. മോസ്റ്റ് പ്രോബ്ലി ഒരു മാനേജർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റോളിലേക്കായിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത്. സോ മാനേജർ ടൈപ്പ് പൊസിഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമാറ്റിക് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പൊസിഷൻസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അവിടെ ചോദിക്കും. ഒരു 100% പ്രോഗ്രാമാറ്റിക് പ്രൊഫൈലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഗ്രൂപ്പ് എം ഒക്കെ പോലത്തെ അല്ലെങ്കിൽ പബ്ലിക് ഗ്രൂപ്പിയോ അല്ലെങ്കിൽ ഡെൻസോ ഒക്കെ പോലത്തെ ടോപ്പ് കമ്പനീസ് ഒക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ അവര് പ്രോഗ്രാമാറ്റിക്കിനുള്ളിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് CDP പ്ലാറ്റ്ഫോംസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, DMP ഡേറ്റ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി പ്രോപ്പർ പ്രോഗ്രാമാറ്റിക് DSPs ഏതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ആമസോൺ DSP അല്ലെങ്കിൽ DV360, ഇങ്ങനെ ഒരു ടോട്ടൽ എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏതൊക്കെ ടൂൾസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് എന്നുള്ളതാണ് ഒരു മെയിൻ കൺസിഡറേഷൻ. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രീവിയസ്ലി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പരിധി വരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മെയിൻ ആയിട്ട് കമ്പനികൾ ചോദിക്കുന്ന ഒരു കാര്യം. അവര് നമുക്ക് ഇത്ര ടൂൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഇന്ന സാധനങ്ങൾ നമുക്ക് പഠിക്കാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ കഴിഞ്ഞ ഈ 4 വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് റിലവന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇതാണ് ബേസിക്കലി ഒരു കമ്പനി ഹയർ ചെയ്യുന്ന സമയത്ത് നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇനി എടുത്ത് കുറച്ചുകൂടെ ഒരു 3 years ബിലോ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ എടുത്ത് ഇവർക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും നോക്കുന്നത്. ഇങ്ങനെ 2 പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ ഒരു മാനേജർ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു 4+ yearsലേക്ക് വരുമ്പോൾ അവർ നിങ്ങൾ ഓൾറെഡി ഈ 4 വർഷത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ചെയ്ത കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് ആവശ്യമുണ്ട്, ആ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ ഒരു B2B ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു B2B ക്ലയന്റിനെ സെർവ് ചെയ്യാനാണ് അവർ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ B2B എക്സ്പീരിയൻസ് സ്പെസിഫിക് ആയിട്ടുണ്ടോന്നായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. സെയിം B2C വരുമ്പോഴത്തേക്കും അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി ചിലപ്പം ചിലർ ഒരു പർട്ടിക്കുലർ നീഷിൽ തന്നെയുള്ള എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യും. അപ്പം പ്ലാറ്റ്ഫോം എക്സ്പീരിയൻസിനൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ നീഷിലോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബ്സ് അല്ലെങ്കിൽ നോക്കുന്ന കമ്പനീസിൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു കറന്റ് വർക്കിംഗിൽ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പൊ നിലവിൽ നിങ്ങൾ പ്രോഗ്രാമാറ്റിക്കിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറന്റ് ക്ലയന്റിനെ എങ്ങനെ നിങ്ങൾക്ക് പ്രോഗ്രാമാറ്റിക് പിച്ച് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പിച്ച് ചെയ്ത് അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ പ്രോഗ്രാമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കാനായിട്ട് തുടങ്ങുക, അതിന്റെ ബെനിഫിറ്റ്സ് നോക്കുക. കറന്റ്ലി ഉള്ള പെയ്ഡ് ആഡ്സ് അല്ലെങ്കിൽ മറ്റ് ചാനൽസിനെ വെച്ച് നോക്കുമ്പോൾ പ്രോഗ്രാമാറ്റിക്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്, അവിടെ കിട്ടുന്ന ഒരു എന്താ പറയുക വൈഡ് റേഞ്ച് ഓഫ് ഇൻവെന്ററീസ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ്സ്, ഇതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് വരുന്നത്. സോറി. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടെ തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ CDP ഡേറ്റാസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ നമുക്ക് ഈ DMPs നമുക്ക് കുറെ കൂടെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അഡ്വാൻറ്റേജ്. അപ്പൊ ഇങ്ങനത്തെ അഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെ അത് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡലിൽ നമുക്ക് ക്ലയൻസിനെ പ്രസന്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൺവിൻസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് സ്കിൽസിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ ലൈക്ക് പ്രസന്റേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസ്, പിന്നെ എക്സൽ സ്കിൽസ്, പിന്നെ
ബിഡിങ് കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി 4 വർഷമൊക്കെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഡിങ്ങും ആഡിന്റെ ഓപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അപ്പൊ അത് അറിയാവുന്ന നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടും. കാരണം കുറച്ചുകൂടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ പ്രോഗ്രാമാറ്റിക്കിലേക്ക് വരുമ്പോൾ. അപ്പൊ അത് ഒരു കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇപ്പൊ ലിങ്ക്ഡിൻ യൂസ് ചെയ്ത് ഒരു 100% പ്രോഗ്രാമാറ്റിക് പ്രൊഫൈലിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ടും കൂടെ നിങ്ങളൊന്ന് എൻഗേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായിട്ട് കുറച്ചും കൂടെ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിനകത്ത് അങ്ങനെ ആരെങ്കിലും റെഫറൻസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ തന്നെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് തരാം. യെസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എനിക്കൊന്ന് നമ്മൾ ആ ഡോക്യുമെന്റിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് ആയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കേട്ടില്ല. അതല്ലേ ആ ക്വസ്റ്റ്യൻ എടുത്താലോ ചോദിച്ചേ. ഓക്കെ. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അവർ ഇന്റർനെറ്റിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗിൽ അത്ര റിലവന്റ് അല്ല. കാരണം നമ്മൾ കൂടുതലും ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്. അപ്പം അതിനകത്ത് ഇല്ലാത്ത ആൾക്കാരെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കോംപ്ലിക്കേഷൻ ഇല്ല. അവരെ ഉള്ളത് എവിടെയാണോ അത് റിസർച്ച് ചെയ്യുക, അവിടെ പ്ലേസ്മെന്റ് ചെയ്യുക. ഇപ്പം OOH അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഹോം അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഔട്ട് ഓഫ് ഹോം അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു ചാനലുണ്ട്. അപ്പൊ ആ ചാനൽ നമുക്ക് കൂടുതലായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ അവര് കൂടുതലായിട്ടും സ്പോട്ടിഫൈ പോലത്തെ, സ്പോട്ടിഫൈയും പറയാൻ പറ്റത്തില്ല, ഇന്റർനെറ്റ് ഇല്ലാതെ സ്പോട്ടിഫൈ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതും റിലവന്റ് അല്ല. അപ്പം OOH തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഒരു OOHനകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് പ്രീമിയം പ്ലേസ്മെന്റ്സ് ഓഫർ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇപ്പം UAE എനിക്ക് ഒരാള് പരിചയത്തിലുള്ള ഒരാളാണ്. അപ്പൊ അവര് ചെയ്യുന്ന ഒരു ഓഫറിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എമിറേറ്റ്സിന്റെ, അതുപോലെ ഖത്തർ എയർലൈൻസ്, സൗദി എയർലൈൻസ്, ഇങ്ങനെയുള്ള UAE എയർലൈൻസിന്റെ ബിസിനസ് ക്ലാസ്സിൽ മാത്രം അഡ്വർടൈസ്മെന്റിന് പ്ലേസ്മെന്റ്സ് ഉണ്ട് അവർക്ക്. അതിനകത്ത് സെല്ല് ചെയ്യുന്ന, അല്ല അതിനകത്ത് വെക്കുന്ന മാഗസീൻസിനകത്ത് പർട്ടിക്കുലർ ആഡ്സ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഓഫർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് അവർക്ക് കൊടുക്കുന്ന സെർവ് ചെയ്യുന്ന ഫുഡിന്റെ ഒക്കെ അകത്ത് അവർക്ക് ലീഫ്ലെറ്റ്സ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതായത് ഇപ്പൊ പറഞ്ഞ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ടാപ്പ് ചെയ്യാനായിട്ടുള്ള വളരെ നീഷ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ് അവർ സെല് ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ ബിസിനസ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്ലേസ്മെന്റ്സിലേക്ക് നിങ്ങൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ തീർച്ചയായിട്ടും അത് ചെറിയ ബഡ്ജറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ല വരുന്നത്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ വേണ്ടി വരും. കാരണം അത്രയും ഒരു ലെസ് ഇൻവെന്ററിയുടെ എണ്ണം കുറയുന്നതനുസരിച്ച് നമുക്ക് അവരെ ആഡ് കാണിക്കാനായിട്ടുള്ള കോസ്റ്റ് കൂടും. ഇതാണ് ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം നമുക്ക് ഇൻവെന്ററി അവൈലബിലിറ്റി കൂടുന്നു അതനുസരിച്ച് നമുക്ക് നമ്മുടെ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനാണ് നമ്മൾ ക്യാമ്പയിൻസിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ എപ്പോഴും നിങ്ങളുടെ ഓഡിയൻസിന്റെ സൈസ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ബ്രോഡ് ക്യാമ്പയിൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോസ്റ്റ് കുറച്ചുകൂടെ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്കോപ്പ് കൂടുതലാണ്. പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾ ചിലപ്പം മെറ്റയിലേക്ക് കൺസൾട്ടേഷൻ കോൾ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രോഡ് ടാർഗറ്റിംഗ് പോകാനായിട്ട്. ഗൂഗിളും എല്ലാവരും പറയുന്നതിന്റെ റീസൺ അതാണ്. നിങ്ങൾ ബ്രോഡ് ടാർഗറ്റിംഗ് പോകും, ലെറ്റ് ദ അൽഗോരിതം ടേക്ക് ദ വർക്ക്. അപ്പം ഇതാണ് ബേസിക്കലി എല്ലാ പ്ലാറ്റ്ഫോമും പോകുന്ന ഒരു വർക്കിംഗ് മോഡൽ. ഞാൻ ഓഫ്ലൈനിൽ നിന്ന് ഒന്ന് ഓൺലൈനിലായിട്ട് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തതാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരു സമയം ഇനി കുറച്ചുള്ളതുകൊണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ പ്ലീസ് സജസ്റ്റ് സം റിസോഴ്സ് ബ്ലോഗ് യൂട്യൂബ് ചാനൽ ഫോർ നോയിങ് ഫോർ പെർഫോമൻസ് മാർക്കറ്റിംഗ്. എനിക്കൊന്ന് ആ ക്വസ്റ്റ്യൻ നമുക്ക് മേ ബി ഗ്രൂപ്പിനകത്ത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ റിലവന്റ് ആയിട്ടുള്ള ബ്ലോഗ്സ്, ചാനൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യാം. പേഴ്സണലി ഞാൻ അങ്ങനെ ബ്ലോഗ്സോ ചാനൽസോ ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. നേരത്തെ പറഞ്ഞ പിന്നെ മടിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് കിട്ടുന്ന ഒരു വർക്കിൽ നിന്ന് മാക്സിമം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളൊരു വഴിയിലാണ് ഞാൻ പോകുന്നത്. മേ ബി ആക്ഷൻ അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പ് മെമ്പേഴ്സിനൊക്കെ ആണെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഞാനും ഈ പറഞ്ഞ പോലെ മെയിൻലി അധികം മീൻസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെയിൻലി നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേ ആണെങ്കിലും മറ്റേ തന്നെ ബ്ലോഗ്സിൽ അത്യാവശ്യം അവർ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞ അതേപോലെ ഓരോ കോണ്ടെക്സ്റ്റിലും ഇപ്പം എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ, അതായത് എന്താണെന്നുണ്ടെങ്കിലും ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ നമുക്ക് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് ആ ഒരു സ്പെസിഫിക് ടോപ്പിക്സിൽ ഒന്നുകൂടി നമുക്ക് ഇൻഡെപ്ത് ആകാൻ പറ്റും. അതായത് ഈ ബ്ലോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ പലയിടത്തും പല രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു സ്പെസിഫിക് ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ ഒരേ ക്വസ്റ്റ്യന് തന്നെ ഒരു 2-3 പെർസ്പെക്റ്റീവ്സ് എടുക്കുന്നത് എപ്പോഴും നമുക്ക് ആ ഒരു ഇതിൽ കുറച്ചുകൂടി ഒരു നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു PPC കോണ്ടെക്സ്റ്റിലാണ് നോക്കുന്നത് വെച്ചാൽ
സർസൈഡ് PPC എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ PPC കോണ്ടെക്സ്റ്റിൽ ഇപ്പം വേർഡ് സ്ട്രീം അതുപോലെ ഹോട്ട് സ്യൂട്ട് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള നല്ല ബ്ലോഗ്സ് ആണ് അധികം യൂഷ്വലി അവർ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻലി ഈവൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും എപ്പോഴും നമ്മൾ ഒന്ന് രണ്ട്, അതായത് അതിൻ്റെ ആ ഒരു റെലവൻസും അല്ലെങ്കിൽ എത്രത്തോളം ജെന്യൂൻ ആണെന്നുള്ളതും കൂടി അനലൈസ് ചെയ്തിട്ട് കുറച്ചുകൂടി മാക്സിമം നമ്മൾ അനലൈസ് ചെയ്ത് ലേണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൻ്റെ അകത്ത് ഒരു എക്സ്പോഷർ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഒരിക്കലും യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യില്ലെന്നോ അല്ലെങ്കിൽ ബ്ലോഗ് ഫോളോ ചെയ്യില്ലെന്നുള്ള ഒരു അഭിപ്രായം ഇല്ല. കാരണം എനിക്ക് എന്റെ ഇപ്പൊ കറണ്ട് വർക്കിങ്ങിനകത്ത് എനിക്ക് അത്ര റിലവൻസി ഇല്ല. കാരണം കൂടുതൽ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു ക്ലയന്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എമ്മിൽ ഇൻഹൗസ് ആയിട്ട് ഗ്രൂപ്പ് എമ്മിന് തന്നെ നമുക്ക് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള മീഡിയ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പൊ ടിക്ടോക്ക് ആയാലും മെറ്റ ആയാലും ഗൂഗിൾ ആയാലും എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും ഗ്രൂപ്പ് എമ്മിന് തന്നെ ആദ്യത്തിന് ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലയൻസിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ആയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് അവർ നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഗ്രൂപ്പ് എമ്മിന് തന്നെ വേണ്ടിയിട്ടുള്ള ഓരോ പ്ലാറ്റ്ഫോം റെപ്സ് നമുക്കിപ്പം ഓരോ വീക്ക്ലി എല്ലാ തേഴ്സ്ഡേ നമുക്ക് ടിക്ടോക്കിന്റെ റെപ്സ് നമ്മുടെ ഓഫീസിൽ വരാറുണ്ട്. സോ അപ്പോൾ അവരായിട്ട് നമ്മൾ ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അതുകൂടാതെ അവർക്ക് വരുന്ന മേജർ ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് വേണ്ടിയിട്ട് തന്നെ അവർ ഒന്നെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നിട്ട് അവരത് പ്രസന്റ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി അവരുടെ സെയിൽസ് ടീമിന് ഞങ്ങളെയാണ് സെയിൽ ചെയ്യുന്നത്. കാരണം ഗ്രൂപ്പമാണ് വേൾഡിൽ നടക്കുന്ന ടോട്ടൽ അഡ്വർടൈസ്മെന്റിന്റെ 1/3 ചെയ്യുന്നത്, വേൾഡിൽ ഏറ്റവും കൂടുതൽ മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്ലാറ്റ്ഫോമിലും ഏറ്റവും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗ്രൂപ്പമാണ്. സോ ഇവരുടെ ഒരു മെയിൻ കസ്റ്റമർ ഞങ്ങളാണ്. അതിൽ അഡ്വർടൈസേഴ്സ് ആയിട്ടുള്ള ഞങ്ങളാണ് ഓരോ പ്ലാറ്റ്ഫോമിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ആ മീഡിയ പ്ലാനും എല്ലാം ബിൽഡ് ചെയ്യുന്നത് ഞങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് ഇത് സെല് ചെയ്യുക എന്നുള്ളത് പ്ലാറ്റ്ഫോമിന്റെ ആവശ്യമാണ്. ഇപ്പം ലാസ്റ്റ് വീക്കാണ് ട്വിറ്ററിന്റെ അവിടെ പോയി വരുന്നത്. അപ്പൊ അവിടെ അവരുടെ ഓരോ പ്രോഡക്ട്സും കാര്യങ്ങളെല്ലാം അവർ നമുക്ക് ഇങ്ങോട്ടേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് തന്നെയുള്ള അപ്ഡേറ്റ്സ് തരുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ആ ബ്ലോഗും മറ്റു കാര്യങ്ങളിലേക്ക് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ഓരോ സ്ട്രാറ്റജി അല്ലെങ്കിൽ പുതിയ ക്യാമ്പയിൻസ് വരുമ്പോഴാണെങ്കിലും ആ ഒരു മീഡിയ പ്ലാൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു 100,000 pounds ആണ് നമുക്കൊരു സ്നാപ്ചാറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ ചെക്കിങ് ചെയ്യും. നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഉണ്ട്, ഇപ്പൊ ഈ ഒരു റിക്വയർമെന്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ഓഫർ ചെയ്യാനായിട്ടുണ്ട്, അവരുടെ പ്രീമിയം പ്ലേസ്മെന്റ്സോ അല്ലെങ്കിൽ പ്രീമിയം ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനകത്ത് ഒത്തിരി ബ്ലോഗ്സിൽ സമയം കളയാത്തത്. ബട്ട് ഡെഫിനറ്റ്ലി ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും മറ്റ് ആൾക്കാർ ചെയ്തേക്കുന്ന എക്സ്പീരിയൻസോ അവരുടെ കേസ് സ്റ്റഡീസ് ഒക്കെ വായിക്കുന്നത് നല്ലതാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ ടേംസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതിന് വീണ്ടും നിങ്ങൾ റിസർച്ച് ചെയ്യുക, കൂടുതലായിട്ട് പഠിക്കുക. ആ ഒരു മോഡലിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ വുഡ് ബി ഗ്രേറ്റ്. പിന്നെ ഒരു ക്യാമ്പയിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ. ഇടയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഒരു 10 lakh അബോവ് ഒക്കെ ഉള്ളൊരു മെറ്റ ആണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ഡെയിലി സ്പെൻഡ് മന്ത്ലി സ്പെൻഡ് ഉള്ള ഒരു അക്കൗണ്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് സപ്പോർട്ട് ഏജന്റ് ഉണ്ടാവും, ഗൂഗിളിന്റെ സൈഡിൽ നിന്നാണെങ്കിലും മെറ്റയുടെ സൈഡിൽ നിന്നാണെങ്കിലും. അപ്പോൾ അവർ പല കാര്യങ്ങൾ മീൻസ് ഇപ്പം അവർക്ക് മീൻസ് ഇപ്പോൾ നിങ്ങൾ നോർമലി കണക്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏജന്റ് പോലെ ആയിരിക്കില്ല അവർ കുറച്ചുകൂടി നോളജ് ഒക്കെ ഉള്ള ഒരാളായിരിക്കും. അപ്പം അവർക്ക് പല രീതിയിലുള്ള മീൻസ് പ്ലാറ്റ്ഫോമിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും. ആഫ്റ്റർ ഓൾ മെറ്റ ആണെങ്കിലും ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഏതൊരു പ്ലാറ്റ്ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാണ് അവർക്ക് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ സജസ്റ്റ് ചെയ്യുമെങ്കിലും നമുക്ക് അതിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത പല ടൈപ്പ് ഓഫ് എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനോട് മീൻസ് ഇപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അവരുടെ അടുത്ത് ചോദിച്ചാൽ, അതായത് നമുക്ക് വീക്ക്ലി കോൾസ് ഉണ്ടാവും. മറ്റേ അടുത്ത് നിന്നാണെങ്കിലും ഗൂഗിളിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് വീക്ക്ലി കോൾസ് ഉണ്ടാവും. ഒരു 10 lakh ഒക്കെ മന്ത്ലി സ്പെൻഡ് ഒക്കെ ഉള്ളൊരു അക്കൗണ്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ അത് മീൻസ് ഈ ട്രെയിനിങ് അവർക്ക് മിക്കവാറല്ല, ഈ ട്രെയിനിങ് അധികവും ഗൂഗിളിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് കൊടുക്കുക. സോ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ അത്രയും റൈറ്റ് ഡാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താലാണ് എത്ര എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് അതിൽ ത്രൂ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വേറൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ അവർ മേ ബി ചിലപ്പം അവർക്ക് കൂടുതൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറയും, ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറയും. നിങ്ങൾ പല രീതിയിലൊക്കെ നിങ്ങളെ ക്യാമ്പയിൻസിന്റെ ബഡ്ജറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറയും. സോ അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇത് നമ്മളെ ക്യാമ്പയിൻ്റെ റൈറ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പയിൻ്റെ ബെറ്റർ പെർഫോമൻസ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്
അവിടെ മീൻസ് നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസ് മാർക്കറ്റർ ആവുന്നത്. പിന്നെ സെക്കൻഡ് തിങ് എന്താ വെച്ചാൽ ഗൂഗിളിന്റെ സൈഡ് ഈ ഓരോ പ്ലാറ്റ്ഫോമിന്റെ സൈഡിൽ നിന്ന് തന്നെ അവര് ഓരോ മീൻസ് ഇപ്പം ലേണിംഗ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ഷെബിൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സെർച്ചിന്റെ കേസിലാണെങ്കിലും ഡിസ്പ്ലേന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എക്സാംസ് അവിടെ അവൈലബിൾ ആണ്. അതല്ലാതെ ഇപ്പം പെർഫോമൻസ് മാക്സിന്റെ റീസെന്റ് അവർ പെർഫോമൻസ് മാക്സിന് വേണ്ടിയിട്ട് ഒരു 1 hour സെഷൻ ഗൂഗിൾ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പെർഫോമൻസ് മാർക്കറ്റിംഗിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് അവിടെ വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പുതുതായിട്ട് ഒരു ക്യാമ്പയിൻ അവരെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് സ്റ്റോർ വിസിറ്റ്സിന് വേണ്ടിയിട്ട് പെർഫോമൻസ് മാക്സിൽ. സോ ഇങ്ങനെ പല അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് അവരിൽ ക്രോഡ്സ് ആൻഡ് ക്രോസ് ഒക്കെ സ്പെൻഡ് ചെയ്ത ക്യാമ്പയിൻസ് അവർക്ക് കിട്ടിയ ലേണിങ്സ്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ക്യാമ്പയിന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ആ ഒരു മീറ്റിംഗ് ത്രൂവും പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു സ്പെസിഫിക് കോഴ്സസും അല്ലെങ്കിൽ എക്സാംസ് ത്രൂ ഒക്കെ നമുക്ക് കിട്ടും. സോ അത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു നമുക്ക് അത്രത്തോളം നന്നായിട്ട് ഓരോ ഏരിയയിലും കോറായിട്ട് നമുക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ആ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് ഈസിലി മീൻസ് അനലൈസ് ചെയ്യാനും പറ്റും. അതായത് പെട്ടെന്ന് നമുക്ക് അതായത് ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു ബ്ലോഗ് റെഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെക്കാട്ടൊക്കെ നമുക്ക് ഈസിലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും പെട്ടെന്ന് റിസൾട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് കമ്പൈൻഡ് ആയിട്ട് പറയാം. ഫ്രഷ് ബിഡിങ്ങിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് വളരെ ബേസിക് നമ്മൾ നേരെ ഗൂഗിൾ ചെയ്താൽ മതി ഹൗ ബിഡിങ് വർക്ക്സ്. ഇനി അതിനകത്ത് തന്നെ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് വർക്ക് ചെയ്യുന്ന അറിയണമെന്നുണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്ത് നോക്കിയാൽ മതി. വളരെ ബേസിക് ആയിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈസി, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണത്. പിന്നെ ക്യാമ്പയിന്റെ മെറ്റാ ലേണിംഗ് നടത്തുന്നത് ക്യാമ്പയിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്യാമ്പയിൻ ലെവല് സെർട്ടൺ കാര്യങ്ങളാണ് നോക്കുന്നത്, ആഡ് സെറ്റ് ലെവൽ സെർട്ടൺ കാര്യങ്ങളാണ് നോക്കുന്നത്, ആഡ് ലെവൽ സെർട്ടൺ കാര്യങ്ങളാണ് നോക്കുന്നത്. ആഡ് ലെവലിൽ കൂടുതലായിട്ട് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം 3 ആഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ആഡ് ഓരോ ആൾക്കാർക്കും എങ്ങനെയാണ് വർക്ക്ഔട്ട് ആയത്, ഏത് ക്രിയേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഏത് ആഡാണ് കൂടുതൽ അവിടെ നമുക്ക് റിസൾട്ട് ഡ്രൈവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ലേണിംഗ് ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. ആഡ് സെറ്റ് ലെവലിൽ കുറച്ചും കൂടെ നമുക്ക് ഏത് പ്ലേസ്മെന്റ്സ് ആണ്, ഏത് ഏജ് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ ഏത് ഓഡിയൻസ് ആണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഡ്രൈവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കൂടുതൽ എമൗണ്ട് എവിടേക്കാണ് നമുക്ക് ഇനി ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരുപാട് ആഡ് സെറ്റ്സ് ഒരു ക്യാമ്പയിൻ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എത്രത്തോളം നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു ക്യാമ്പയിന്റെ സ്ട്രക്ചർ കൊണ്ടുപോകാൻ പറ്റും അത്രയും കൂടുതൽ ആൽഗോരിതത്തിന് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ ഒപ്റ്റിമൈസേഷൻസ് ആൽഗോരിതത്തിന്റെ സൈഡിൽ നിന്ന് എടുക്കാനായിട്ടാണ് അത് ഹെൽപ്ഫുൾ ആകുന്നത്. ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു നിർത്തുന്ന ആൽഗോരിതത്തിന്റെ ഒപ്റ്റിമൈസേഷൻ സൈഡിലേക്ക് തന്നെ നമ്മളെക്കാൾ കൂടുതൽ കൺട്രോൾ ആൽഗോരിതത്തിന് കൊടുക്കുന്ന ഓപ്ഷനെയാണ് അഡ്വാൻറ്റേജ് പ്ലസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് മെറ്റയുടെ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ്, നമുക്ക് ആവശ്യമുള്ള ഒപ്റ്റിമൈസേഷൻസ് ഒക്കെ മെറ്റ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആ മെറ്റയുടെ എല്ലാ അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് വരുന്നത്. അത് അഡ്വാൻറ്റേജ് ഓഡിയൻസ് ആയിക്കോട്ടെ, അഡ്വാൻറ്റേജ് ക്രിയേറ്റീവ്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്ത ആ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് മെറ്റ കൂടുതലായിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. സോ അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആഡ് അക്കൗണ്ട് ഒന്നും അതിനകത്ത് ഒരു രീതിയിലും അത്ര വലിയ ഡിപെൻഡൻസ് ഇല്ല. ബട്ട് ആ എസ്റ്റാബ്ലിഷ് ആഡ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ കൂടുതൽ ഡേറ്റ ഉണ്ടാവും. കൂടുതൽ ഡേറ്റ ഉള്ളപ്പോൾ തന്നെ അവർക്ക് എടുക്കുന്ന ഡിസിഷൻസ് കുറച്ചും കൂടെ റൈറ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഡേറ്റയാണ് എല്ലാത്തിന്റെയും ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റിലവന്റ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് റിലവന്റ് ആയിരിക്കും. ഇറലവന്റ് ഡേറ്റ ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ആ ഒരു റിലവൻസി ഡിഫറൻസ് അവിടെ ഉണ്ടാവും. സോ അപ്പോൾ അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്ത് തുടങ്ങണം. അല്ലാതെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. പയ്യെ പയ്യെ മാനുവൽ ഫീച്ചേഴ്സ് കുറയും. അതാണ് ഇതിന്റെ ഒരു ഫ്ലോ പോകുന്നത്. അപ്പം യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ യൂസ് ചെയ്യുക, യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന പോലെ അത് യൂസ് ചെയ്ത് പഠിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഫൈനലി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ? പെട്ടെന്ന് അതിലുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ആക്ഷൻ മ്യൂട്ട് ആണ്. ഓഡിയൻസ് ഓവർലാപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഓഡിയൻസ് ഓവർലാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്യാമ്പയിന് ഓൾറെഡി സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്തിട്ടുള്ള ക്യാമ്പയിന് മെറ്റയുടെ സൈഡിലാണ് ഞാൻ പറയുന്നത്. സോ മെറ്റയുടെ സൈഡിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മിനിമം ഓഡിയൻസ് സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 lakh ഓഡിയൻസ് ആണ്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്യാമ്പയിനിൽ എപ്പോഴും മിനിമം ഓഫ് ഒരു 10 lakh ഓഡിയൻസ് എങ്കിലും ഉണ്ടെങ്കിലാണ് അവിടെ ഒരു ബെറ്റർ ലേണിംഗ് നടക്കുന്നത് നിങ്ങളൊരു ക്യാമ്പയിനിൽ. സോ അതുകൊണ്ടാണ് മെറ്റ തന്നെ കൂടുതലായിട്ട് ബ്രോഡ് ടാർഗറ്റിംഗ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പം ഒരു സ്പെസിഫിക് ടാർഗറ്റിംഗ് കുറെ ഇൻപുട്സ് അല്ലെങ്കിൽ ഓഡിയൻസ് സജഷൻസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഓഡിയൻസ് സൈസ് ചിലപ്പോൾ ഒരു 1 lakh ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെറ്റയുടെ ടാർഗറ്റിംഗ് അല്ല ലേണിംഗ് തന്നെ അവിടെ ഭയങ്കരമായിട്ട് ലിമിറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്.
അതേ സ്ഥാനത്ത് നിങ്ങൾ ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തു, നിങ്ങൾ ബ്രോഡ് ടാർഗറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി ഒരു ലേണിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മെറ്റയ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഇപ്പോൾ നിങ്ങൾ ഓഡിയൻസ് സൈസ് ഇപ്പം 10 lakh കാര്യങ്ങളോ ഇല്ലെന്ന് ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ ഈ ഓവർലാപ്പ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളെ ഓഡിയൻസ് ഒരു സ്പെസിഫിക് ഒരു ഇതിലേക്ക്, അതായത് ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ 10 lakh ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് ഓരോരുത്തരും ഓൾമോസ്റ്റ് ഒരു 7-8 lakhs ഓഡിയൻസ് നമ്മൾ ആഡ്സ് ഷോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാർ ഇപ്പം മൾട്ടിപ്പിൾ ടൈംസ് ആഡ് കണ്ടിട്ടും അതിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു റിസൾട്ട് അവിടെ വരാതിരിക്കുന്ന സമയത്ത് മെറ്റയുടെ സൈഡിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ അങ്ങനത്തെ രീതിയിൽ ട്രൈ ചെയ്യുന്ന സമയത്താണ് ഈ ഓഡിയൻസ് ഓവർലാപ്പ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ സോറി, മീറ്റിംഗ് എന്റെ മുന്നേ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിട്ടുള്ള റിജി, ഷംസാർ, ഇവര് ഒരു വാട്സപ്പ് ഓട്ടോമേഷൻ ഫ്ലോയെ കുറിച്ച് പെർഫോമൻസ് മാർക്കറ്റേഴ്സിന് വേണ്ടി വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു നീഷിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് വളരെ സെലക്റ്റീവ് ആയിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്. സോ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഓട്ടോമേഷൻ ഒക്കെ നിങ്ങളുടെ ക്യാമ്പയിൻസിൽ യൂസ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്ന ആൾക്കാരും ബിസിനസ് ഓണേഴ്സ്, അതുപോലെ വാട്സപ്പ് ഓട്ടോമേഷന്റെ ഒരു ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസ് ഒക്കെ അറിയേണ്ട ആൾക്കാർക്ക് there will be a link available in our group. സോ ആ ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെലക്ട് ആവുന്ന ആൾക്കാർക്ക് ആ ഒരു എക്സ്ക്ലൂസീവ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ദിസ് കോൾ ലിങ്ക്സ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. യെസ്, ജസ്റ്റ് വാണ്ട് ടു ആഡ് ദാറ്റ്. ഓക്കെ. ഓൾസോ സോറി, പറഞ്ഞോ. പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റാണ്. ബഡ്ജറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ഡെയിലി ബഡ്ജറ്റ് ഓഫ് 500 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു 15 to 20 ലീഡ്സ് വന്നു. ദാറ്റ് ഡസൻ മീൻ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു 500,000 സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 40 ലീഡ് വരണം എന്നൊരു നിർബന്ധം അവിടെ ഇല്ല. സോ അതൊക്കെ ഈ പറഞ്ഞ പോലെ ക്യാമ്പയിൻ്റെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസസിൽ വരുന്ന, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ പ്ലാറ്റ്ഫോമിന്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസസിൽ വരുന്ന കാര്യങ്ങളാണ്. സോ മെറ്റ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം 20 to 30% ആ ഒരു രീതിയിൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് അതിന്റെ അനാലിസിസ് നോക്കിയിട്ട് കംപ്ലീറ്റ്ലി ചെയ്യുന്ന സമയത്താണ് നമ്മൾ ക്യാമ്പയിനിൽ അവിടെ ബെറ്റർ റിസൾട്ട് അവിടെ കിട്ടുന്നത്. സോ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓഡിബിൾ അല്ലല്ലോ. സോറി, ടൈം ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മേ ബി ഇനി ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇനി പെയ്ഡ് ആഡ്സിൽ തന്നെ അല്ലെങ്കിൽ മീഡിയ ബൈങ്ങിൽ തന്നെ ഇപ്പം കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മൾ നേരത്തെ ഒരു മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അശ്വിനും പിന്നെ ഗ്രൂപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന സിമിലർ പ്രൊഫൈൽ ഉള്ള ഒരാളുണ്ട്, മുസമ്മിൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഇൻഡെപ്ത് മീഡിയ ബൈങ് മെന്റർഷിപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും തിരക്ക് കാരണം അടുത്ത മെന്റർഷിപ്പ് ലൈവ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. സോ ആ മെന്റർഷിപ്പിന്റെ ഒരു റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ഓൺ എ ഡിസ്കൗണ്ട് പ്രൈസ് അത് താല്പര്യമുള്ള ആൾക്കാർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു മൊഡ്യൂൾസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സോ ആ മൊഡ്യൂൾസ് നിങ്ങൾക്ക് കണ്ടിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ അത് പഠിക്കേണ്ട ഗ്യാപ്പ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. അപ്പൊ അത് പ്രൊസീഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്യാം. താങ്ക് യു.